ഹലോ ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും തില്ല അനീഷ് എന്നെ ഫേസ്ബുക്ക് പേജിലെ ഇന്നത്തെ ലൈവിലേക്ക് ഹൃദയപൂർവ്വം നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലൈവ് എന്ന് പറയുന്നത് പറയാം നേടാം കൈ നിറയെ പണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ ആൻസേഴ്സ് പറയുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൈ നിറയെ സമ്മാനങ്ങൾ ഉണ്ടാവും. അപ്പോൾ സമ്മാനം എന്താണ് ബാക്കി കാര്യങ്ങളൊക്കെ അറിയുന്നതിന് മുന്നേ നമ്മുടെ ലൈവിലേക്ക് കുറച്ച് ആൾക്കാരും കൂടി ഒന്ന് ജോയിൻ ചെയ്തോട്ടെ. അതിനുശേഷം നമുക്ക് ലൈവിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കാണാൻ വന്നിട്ടുള്ളവരെ മാക്സിമം ലൈവ് ഒന്ന് ഷെയർ ചെയ്യുക. എനിക്ക് തോന്നുന്നു ഒരാളെ എത്തിയിട്ടുള്ളൂ ലൈവിലേക്ക്. അപ്പം മാക്സിമം ഒന്ന് ലൈവ് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. ഒത്തിരി പേര് വന്നതിന് ശേഷം നമുക്ക് ഇന്നത്തെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാം. ലൈവ് കാണുന്നവർ മാക്സിമം ലൈവ് ഷെയർ ചെയ്യുക. കുറച്ച് ആൾക്കാർ വന്നതിന് ശേഷം നമുക്ക് ഇന്നത്തെ ലൈവിലെ ക്വസ്റ്റ്യൻസിലേക്കും അതുപോലെ തന്നെ നമ്മുടെ സമ്മാനങ്ങളിലേക്കും ഒക്കെ പോവാം. അപ്പോ എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് നൽകുകയാണ്, നിങ്ങൾക്ക് ഇന്ന് ക്യാഷ് പ്രൈസ് ആയിരിക്കും സമ്മാനം. ലൈവായിട്ടായിരിക്കും നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് കിട്ടുക. അതിന്റെ ക്രൈറ്റീരിയാസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വോയിസ് ആയിട്ട് കേൾക്കാൻ സാധിക്കുന്നതാണ്. കുറച്ച് ആൾക്കാരും കൂടെ ജോയിൻ ചെയ്തോട്ടെ. അപ്പോൾ ഇപ്പൊ വന്നവരും മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് സമ്മാനം കിട്ടണം എന്നുണ്ടെങ്കിൽ വന്ന ആൾക്കാരെ ഷെയർ ചെയ്ത് കുറച്ച് ആൾക്കാരെ കൊണ്ട് ഫോളോ ചെയ്യിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ലൈവ് ഒന്ന് ഷെയർ ചെയ്തിട്ട് കുറച്ച് ആൾക്കാരിലേക്കും കൂടെ എത്തിക്കുക. അതിനുശേഷം നമുക്ക് എന്തായാലും ആ ഒരു ക്വസ്റ്റ്യൻസിലേക്കും ഗിഫ്റ്റിലേക്കും ഒക്കെ പോവാം. അപ്പൊ ഇന്ന് കുറച്ച് പാട്ടും പറച്ചിലും കളിയും ചിരിയും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനൊപ്പമാണ് ക്വസ്റ്റ്യൻസും വരിക. സോ വന്നവരെല്ലാവരും മാക്സിമം ലൈവ് ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ. ഓക്കെ, അപ്പോ സുരേഷ് ചേട്ടൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കമന്റ് ഓടിപ്പോയതുകൊണ്ട് കമന്റ് വായിക്കാൻ പറ്റിയില്ല. സോ വന്നവർ ഒന്ന് ലൈവ് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. കുറച്ച് ലാഗ് അടിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം.
ഓക്കെ, അപ്പൊ മാക്സിമം ആൾക്കാരിലേക്ക് ലൈവ് ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇന്നത്തെ ലൈവിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്കൊക്കെ കടക്കാൻ പറ്റുള്ളൂ. സോ എന്തായാലും വന്നവർക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കേൾക്കാം. അതിന് മുന്നേ കമന്റ് ഞാൻ വായിച്ചിട്ട് പോവാം. ഷിബുചേട്ടൻ വന്നിട്ടുണ്ട്, ഹായ് പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഏട്ടൻ വന്ന് ഹായ് പറഞ്ഞു. നമസ്കാരം, ഇന്നത്തെ ലൈവിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. അപ്പൊ ലൈവിൽ വന്നവരെ മാക്സിമം ലൈവ് ഷെയർ ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിമിന്റെ സ്പോൺസേഴ്സ് നമുക്കൊരു 3 പേര് വന്നിട്ടുണ്ട്. അപ്പൊ ആ സ്പോൺസേഴ്സിന്റെ ആഡും കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടിട്ട് ഓടിവായോ. ഇൻട്രൊഡ്യൂസിംഗ് ദി ലൈവ് ഗെയിം ഷോ പറയാം നേടാം കൈ നിറയെ പണം, സ്പോൺസർഡ് ബൈ സ്റ്റാർ വിന്നർ ഓർക്കസ്ട്ര ഗാനമേള, സാന്ത്വനം നഴ്സിംഗ് ആൻഡ് സർവീസിംഗ് നിയർ സബ് രജിസ്ട്രാർ ഓഫീസ് കൊട്ടിയം, ആൻഡ് ലീബൻ ഫാമിലി സലൂൺ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കിളിമാനൂർ. ആസ്വാദക മനസ്സിൽ സംഗീതത്തിന്റെ പെരുമഴയുമായി സ്റ്റാർ വിന്നർ പ്രസന്റ് സ്റ്റാർ വിന്നർ ഓർക്കസ്ട്ര ഗാനമേള. നിങ്ങളുടെ ആവശ്യപ്രകാരം പിന്നണി ഗായകരെയും ചാനൽ ആർട്ടിസ്റ്റുകളെയും ഉൾപ്പെടുത്തി ലൈറ്റ് ആൻഡ് സൗണ്ട് മെഗാ ഷോ അവതരിപ്പിക്കുന്നു. സ്റ്റാർ വിന്നർ ഓർക്കസ്ട്ര ഗാനമേള, 40,000 വാട്ട്സ് സൗണ്ട് സിസ്റ്റം ആൻഡ് 20,000 വാട്ട്സ് ലൈറ്റ് ഷോ. സ്റ്റാർ വിന്നർ ഓർക്കസ്ട്ര ഗാനമേള. ഫോർ ബുക്കിംഗ് സെക്രട്ടറി സ്റ്റാർ വിന്നർ, പുതുവൽ, കിഴക്കേപ്പുറം PO, ഐരൂർ, വർക്കല. ഫോൺ 8281767435. മറ്റൊരു നമ്പർ 8086142615. നിങ്ങളുടെ ആഘോഷങ്ങൾ ഏതുമാകട്ടെ, സംഗീതത്തിന്റെ പെരുമഴ തീർക്കാൻ ഞങ്ങൾ എത്തുന്നു. സ്റ്റാർ വിന്നർ ഓർക്കസ്ട്ര ഗാനമേള. ഉത്സവാഘോഷങ്ങൾ, ബർത്ത്ഡേ ഫംഗ്ഷനുകൾ, കല്യാണ ഫംഗ്ഷനുകൾ തുടങ്ങി നിങ്ങളുടെ ആഘോഷവേളകൾ ഏതുമാകട്ടെ, നിങ്ങളോടൊപ്പം ഞങ്ങളും. സ്റ്റാർ ഓർക്കസ്ട്ര ഗാനമേള. നിങ്ങളുടെ ആവശ്യപ്രകാരം ട്രാക്ക് ഗാനമേള സംവിധാനവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ബന്ധപ്പെടൂ സ്റ്റാർ വിന്നർ ഓർക്കസ്ട്ര ഗാനമേള. സാന്ത്വനം ഹോം നഴ്സിംഗ് ആൻഡ് സർവീസിംഗ്, ചാത്തന്നൂർ, പരവൂർ, മീനാട്. ഫോൺ 799011000816. മറ്റൊരു നമ്പർ 9947195225. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ 9526622628. മറ്റൊരു നമ്പർ 9567727802. ഞങ്ങളുടെ സേവനങ്ങൾ: ഹോം നഴ്സ്, ഹൗസ് മെയ്ഡ്, ഡെലിവറി അറ്റൻഡർ, ഓഫീസ് സ്റ്റാഫ്, ആശുപത്രി കൂട്ടിരിപ്പ്. വിശ്വസ്തരും സത്യസന്ധരുമായ ജോലിക്കാരാണ് വേണ്ടതെങ്കിൽ ഞങ്ങളെ സമീപിക്കൂ. സാന്ത്വനം ഹോം നഴ്സിംഗ് ആൻഡ് സർവീസിംഗ്, ചാത്തന്നൂർ, പരവൂർ, മീനാട്. ലീബൻ ഫാമിലി സലൂൺ കിളിമാനൂർ. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ലീബൻ ഫാമിലി സലൂൺ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കിളിമാനൂർ. മികച്ച ഓഫറുകൾക്കായി സന്ദർശിക്കൂ ലീബൻ ഫാമിലി സലൂൺ കിളിമാനൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. കൂടാതെ ഓണം പ്രമാണിച്ച് വൻ ഓഫറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ലീബൻ ഫാമിലി സലൂൺ കിളിമാനൂർ. അപ്പോ പറയാം നേടാം കൈ നിറയെ പണം എന്ന എന്റെ ഈ ഒരു ലൈവ് ഷോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കുറച്ച് കമന്റുകൾ നമുക്ക് വന്നിട്ടുണ്ട്. രൂപിക അരുൺ ഹായ് തില്ല എന്ന് പറയുന്നുണ്ട്. രൂപിക എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഹരിദാസ് ഏട്ടന് പൂക്കളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. വിനിത അജയൻ ഹായ് തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ നമസ്കാരം, ലൈവിലേക്ക് സ്വാഗതം. ഹരിദാസ് ഏട്ടൻ വന്നിട്ടുണ്ട്. ഹലോ ഹായ് നമസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം, ലൈവിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ എന്റെ ഈ ഒരു ഷോ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്, എനിക്ക് 3 സ്പോൺസേഴ്സ് ഉണ്ട്. സോ അവരാണ് നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് ഒക്കെ തരാൻ പോകുന്നത്. സോ ഞങ്ങളുടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്റ്റാർ വിന്നർ ഗാനമേള, സാന്ത്വനം നഴ്സിംഗ് ഹോം, അതുപോലെ തന്നെ ലീബൻ ഫാമിലി സലൂൺ കിളിമാനൂർ. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യുക. സ്റ്റാർ വിന്നർ എന്ന് പറയുന്നത് ഒരു കിടിലൻ ഗാനമേളയാണ്. സോ നിങ്ങളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻസ്, അതുപോലെ തന്നെ കല്യാണ ഫംഗ്ഷനുകൾ, അതേപോലെ തന്നെ പാലുകാച്ച്, ഇങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷനുകളിലും അവർ വന്നിട്ട് ഓർക്കസ്ട്ര ഇല്ലാണ്ട് ട്രാക്ക് ഗാനമേളാസ് ഒക്കെ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സാന്ത്വനം നഴ്സിംഗ് ഹോമിലും അതുപോലെ തന്നെയാണ്. സോ ലീബൻ ഫാമിലി സലൂൺ ഒരു കിഡിലൻ സലൂൺ ആണ്. അപ്പോ ഉറപ്പായിട്ടും ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആണ് കിളിമാനൂർ. അവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കിഡിലൻ സർവീസുകൾ ഓഫ് റോഡ് കൂടി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോ
നമ്മുടെ ഷോയിനെ പറ്റി പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഷോയ്ക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോ ഇന്ന് ആദ്യത്തെ ലൈവാണ് നമ്മുടെ. അപ്പോ ഷോയുടെ റൂൾസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതിനോടൊപ്പം എന്താണ് ക്യാഷ് പ്രൈസ്, എത്രയാണ് ക്യാഷ് പ്രൈസ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും വന്നിട്ടുള്ളതെന്ന് എനിക്ക് അറിയാം. സോ എത്രയാണ് ക്യാഷ് പ്രൈസ് എന്നുള്ളത് ഒന്ന് ഗസ് ചെയ്യാമോ? ആർക്കെങ്കിലും ഒക്കെ കമന്റ് വഴി ഒന്ന് പറയാമോ എത്രയാണ് ക്യാഷ് പ്രൈസ് എന്നുള്ളത്? മാക്സിമം ഒന്ന് പറയാമോ? കമന്റ് വഴി ഒന്ന് പറയൂ. നമുക്ക് പറയാം നേടാം കൈനിറയെ പണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഗസ് ചെയ്യാലോ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ട് എത്രയാണെന്നൊക്കെ നിങ്ങൾക്ക് ഗസ് ചെയ്യാം. അതിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ലൈവ് മാക്സിമം ഷെയർ ചെയ്യുക, എന്നാൽ മാത്രമേ ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ. അതുപോലെ പുതുതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം ആദ്യം തന്നെ അക്കൗണ്ട് ഫോളോ ചെയ്ത് കൂടെ കൂടുക. ഓക്കെ. അപ്പോ ബിനു ഹരിദാസ് സുഖാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു, വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. അപ്പൊ ലൈവ് ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ. അതിനോടൊപ്പം തന്നെ ഈ ലൈവ് കാണാൻ വന്നിട്ടുള്ള എല്ലാവർക്കും എത്ര രൂപയാണ് ഇന്ന് നമ്മുടെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് എന്നുള്ളത് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മെസ്സേജ് ഇടുക. ഓക്കെ, നമുക്ക് കമന്റ് ഇടുക. ഹായ് തില്ല പൊളിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് രതീഷ് ചേട്ടൻ. രതീഷ് ചേട്ടാ നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ ലൈവിൽ വന്ന് അടിച്ചു പൊളിച്ചിട്ട് പോയ ആളാണ് രതീഷ് ചേട്ടൻ. നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ എത്ര രൂപയായിരിക്കും നമ്മുടെ ലൈവിന്റെ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എയർ പ്രോഗ്രാമിന്റെ ഗിഫ്റ്റ് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് ഇടൂ. ഓക്കെ. ഫസ്റ്റ് പ്രൈസ് 1000. അയ്യടാ. അപ്പോ അത്രയും ഇല്ല, കുറച്ചുകൂടെ താഴ്ത്തി പിടിക്കാം കേട്ടോ. കാര്യം നമ്മളിത് ഫ്രീ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. എല്ലാവരുടെ എക്സ്പെക്ടേഷൻസ് ഭയങ്കര വലുതാ. രൂപിക 2000 ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതെല്ലാം തെറ്റാണ് കേട്ടോ. കുറച്ചും കൂടെ കുറയ്ക്കാം, കുറച്ചും കൂടെയൊക്കെ കുറച്ച് പോവാം. ഫസ്റ്റ് പ്രൈസ് 1000 എന്ന് വീണ്ടും ഇട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിലിപ്പോ തീരുമാനിച്ചിരിക്കുന്നത് ഇനിയിപ്പോ പറഞ്ഞാൽ നിങ്ങൾ 10,000 വരെ പോകും. അതുകൊണ്ട് ഞാൻ അത്രയും എക്സ്പെക്ടേഷൻസ് ഒന്നും തരുന്നില്ല. ഞങ്ങള് ഒരാഴ്ചയിൽ 500 രൂപയാണ് ഗിഫ്റ്റ് ചെയ്യുന്നത്. അത് ഒരാൾക്കായിട്ടല്ല ചെയ്യുന്നത്. ഞങ്ങൾ ഈ ലൈവിനിടയിൽ 5 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ 5 ക്വസ്റ്റ്യൻസിനും ആദ്യം ഉത്തരം വാട്സാപ്പിൽ അയക്കുന്ന ആൾക്കായിരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. അത് ഓരോ ക്വസ്റ്റ്യനും 100 രൂപ വീതം 5 പേർക്ക് കിട്ടുന്നതായിരിക്കും. 500 രൂപയാണ് ഒരാഴ്ചത്തെ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യന് 100 രൂപ വെച്ച്. അപ്പൊ ഈ ലൈവിനിടയിൽ എപ്പോഴും വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. കുസൃതി ചോദ്യങ്ങളും ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മലയാളം ഫിലിം ഇൻഡസ്ട്രി റിലേറ്റഡ് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് വരുന്നത്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഞങ്ങൾ തരുന്ന വാട്സാപ്പ് നമ്പർ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുകയാണെങ്കിൽ അറിയാം. വാട്സാപ്പ് നമ്പർ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് തന്നെ ഞാൻ അനീഷ് വിജയ സൗണ്ട്സ് എന്ന് പറയുന്ന അക്കൗണ്ടിന് ആ നമ്പർ ഇപ്പൊ ഇട്ടേക്കാം. 99 47 89 0378 ഇതാണ് വാട്സാപ്പ് നമ്പർ. അപ്പൊ വാട്സാപ്പ് നമ്പർ സേവ് ചെയ്തോളൂ. 99 47 89 0378. ഇതിലേക്ക് ആദ്യം ഉത്തരം അയക്കുന്ന ആള്, ആ ആൾക്ക് മാത്രമേ ഞാൻ ഈ ഒരു ഗിഫ്റ്റ് തരത്തുള്ളൂ. ഓക്കെ. ഇത് പുതിയ നമ്പറാണ്, ആലോചിച്ച് നോക്കുക, ഒന്നുകൂടെ നോക്കുക. ഇത് ചേട്ടായിട്ട് എന്റെ നമ്പർ ഒന്നും അല്ല കേട്ടോ. 99 47 89 0378 എന്നുള്ള വാട്സാപ്പ് നമ്പർ സേവ് ചെയ്തോളൂ. ആ നമ്പറിലേക്കാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ആദ്യം ഉത്തരം അയക്കുന്നത് ആരാണ്, അത് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരും നിങ്ങളെ. ഓക്കെ, കാണിച്ചിട്ട് ലൈവായിട്ട് അപ്പോഴും തന്നെ ഗൂഗിൾ പേ വഴി ക്യാഷ് അയക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഒരു എന്താണ് മെത്തേഡ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ലൈവിന്റെ ചരിത്രത്തിൽ ആരും ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടില്ല. സോ 5 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 500 രൂപയാണ്, ഒരാൾക്ക് 100 രൂപ വെച്ച് കിട്ടും. സോ കമന്റുകൾ അയച്ചോളൂ. നമുക്ക് കുറച്ചു നേരം സംസാരവും വിഷയങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവാം. അരുൺ ദയാൽ 500 രൂപ എന്ന് പറഞ്ഞിട്ട് ശരിയാണ്. പക്ഷെ ഞങ്ങൾ കരുതി ഒരാൾക്ക് 500 രൂപ കൊടുക്കുന്നതിനേക്കാളും 5 പേർക്ക് കിട്ടുവാണെങ്കിൽ അതല്ലേ ഏറ്റവും ബെറ്റർ എന്ന് ഞങ്ങൾ കരുതി. അതുകൊണ്ടാണ് അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഫസ്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ ഒരു ചിലപ്പോൾ 500 രൂപ വരെയും നേടാൻ സാധിക്കും. സോ എല്ലാവരും ഫാസ്റ്റ് ആയിട്ട് ഫോൺ കയ്യിൽ പിടിച്ചോളൂ. ഒപ്പം വാട്സാപ്പും ഒരു സൈഡിൽ വെച്ചേക്കോ. ഓക്കെ. നിഷ ബിനു ഹായ് പറഞ്ഞിട്ടുണ്ട്. ഷീബ ചേച്ചി വന്നിട്ടുണ്ട്. ഷീബ ചേച്ചി നമസ്കാരം, ഹായ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലൈവ് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോ ഈ ലൈവിൽ പങ്കെടുക്കാനുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോ ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം. ഓക്കെ, എല്ലാം പറയുന്നത് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോ ലൈവിൽ നിന്ന് ആരും പോവാണ്ട് എന്തൊക്കെയാണ് ഇതിന്റെ ക്രൈറ്റീരിയാസ് എന്നുള്ളത് കേട്ടോളൂ. ഓക്കെ. ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഞങ്ങളുടെ പേജിൽ പുതിയൊരു ഗെയിം ഷോ. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 8 മണി മുതൽ 9 മണി വരെ. സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നു ഉടൻ പണം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. തില്ല അനീഷ് എന്ന അക്കൗണ്ട് ഫോളോ ചെയ്യുക.
ക്യാഷ് പ്രൈസ് കിട്ടണമെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്തിരിക്കുന്ന ഫോളോവർ ആയിരിക്കണം. ഒപ്പം 10 ഫ്രണ്ട്സിനെ കൊണ്ട് അക്കൗണ്ട് ഫോളോ ചെയ്യിക്കുക. ഉത്തരങ്ങൾ ഞങ്ങൾ നൽകുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വേഗത്തിൽ അയയ്ക്കുക. ലൈവായി ഗൂഗിൾ പേ വഴി റിയൽ ക്യാഷ് പ്രൈസ് സമ്മാനം, ഉടൻ പണം. ഫേസ്ബുക്ക് ലൈവ് at 8 PM എവറി ഫ്രൈഡേ. പറയാം നേടാം കൈ നിറയെ പണം. നിങ്ങളുടെ അറിവും ആത്മവിശ്വാസവും ഉപയോഗിച്ച് പണം നേടൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു എന്താണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ഗിഫ്റ്റ് നേടാനുള്ള ക്രൈറ്റീരിയാസ് എന്നുള്ളത്. പുതുതായിട്ട് വന്നവരാണെങ്കിൽ ഈ ഒരു ലൈവില് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്ത് കൂടെ കൂടുക. അതിനോടൊപ്പം തന്നെ 5 ചോദ്യങ്ങൾ ഈ ലൈവിന് 1 മണിക്കൂറിനിടയിൽ എപ്പോഴും വേണമെങ്കിലും വരാം. ഉത്തരങ്ങൾ ഞാൻ നൽകിയ വാട്സാപ്പ് നമ്പറിലേക്ക് ഫാസ്റ്റ് ആയിട്ട് അയക്കുക. അപ്പോ തന്നെ അയച്ച ഉത്തരം ആദ്യം ആരാണോ അയക്കുന്നത്, ശരിയായ ഉത്തരം അയക്കുന്നത്, ആ ആൾക്ക് ഗൂഗിൾ പേ വഴി ക്യാഷ് അയക്കുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഉത്തരം അയക്കുമ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ഐഡിയും കൂടെ അതിനകത്ത് പറയുക. അപ്പൊ ഞാൻ ലൈവായിട്ട് ആ ഫേസ്ബുക്ക് ഐഡി പറയുന്നതായിരിക്കും. അതിനോടൊപ്പം നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പറും കൂടെ അയക്കുക. ഓക്കെ. ഷെയർ ചെയ്താൽ കാശ് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. കാശ് കിട്ടാൻ വേണ്ടി ഉത്തരങ്ങൾ പറയണം. അതിനോടൊപ്പം ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുമ്പോൾ അല്ലെങ്കിൽ ക്യാഷ് നൽകുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾ തിരിച്ചു തരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ അക്കൗണ്ട് ഒന്ന് ഷെയർ ചെയ്ത് ഫോളോവേഴ്സിനെ കൂട്ടിത്തരിക എന്നുള്ളതാണ്. ഓക്കെ. അത് എന്താ പറയണ്ടേ, ഒരു ബാർട്ടർ സംവിധാനം പോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ടൈപ്പിൽ പോവാം. ഓക്കെ അല്ലേ? രശ്മി അബി ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ്, നമസ്കാരം. അപ്പൊ ഒരുപാട് പേര് പുതുതായിട്ട് ലൈവില് ജോയിൻ ചെയ്തവരുണ്ട്. എന്തായാലും ഒത്തിരി സന്തോഷം, ഒത്തിരി ആൾക്കാരെ ലൈവിൽ കാണാൻ സാധിക്കുന്നതിൽ. അപ്പോ ഇന്നത്തെ പാട്ടും പറച്ചിലും അതിനോടൊപ്പം കുറച്ച് കാര്യവും കാശും നേടാം. പറയാം നേടാം കൈ നിറയെ പണം. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പാട്ടുകളൊക്കെ വേണമെങ്കിൽ അതും ചോദിക്കാം. നമുക്ക് പാട്ടുകളും കളിയും ചിരിയും ഒക്കെ ആയിട്ട് പോവാം. മാക്സിമം ലൈവ് ഒന്ന് ഷെയർ ചെയ്യുക. 10 പേര് ഇപ്പൊ ലൈവിലുള്ളൂ. സോ നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ 10 പേര് മതി, അപ്പൊ അതിനകത്തുനിന്ന് കിട്ടുന്ന ഉത്തരം എന്തായാലും ഞങ്ങൾക്കേ കിട്ടുള്ളൂ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി. നിങ്ങളത് 10 പേർക്ക് ഷെയർ ചെയ്തതിന്റെ ഒരു ഇതും കൂടെ ഞങ്ങൾക്ക് കാണിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ. അപ്പൊ ആദ്യം ഞാൻ അത്രയും സ്ട്രിക്റ്റ് ആക്കുന്നില്ല, എങ്കിൽ പോലും ഒന്ന് മോള് വന്നാണ് കട്ടായി പോയത്. ഓക്കെ. രാജീവ് ചന്ദ്രൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ്, നമസ്കാരം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ആർക്കെങ്കിലും ഈ ക്വസ്റ്റ്യനയർ പ്രോഗ്രാമിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ചോദിക്കാം കേട്ടോ. അപ്പൊ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുള്ളൂ. സോ ആർക്കെങ്കിലും പാട്ടൊക്കെ വേണമെങ്കിൽ പാട്ടും കൂടെ ചോദിക്കാം. നമുക്ക് പാട്ടോട് കൂടിയും ഒക്കെ പോവാം. പാട്ടും പറച്ചിലും കളിയും ചിരിയും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോ ഇന്നത്തെ നമ്മുടെ വിഷയം ഗോവിന്ദചാമി ജയിൽ ചാടിയത് തന്നെ ആയിക്കോട്ടെ. അപ്പൊ എല്ലാവർക്കും അതിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് കമന്റ്സ് ആയിട്ട് എഴുതി അറിയിക്കാം. ആ കാര്യം പറച്ചിലിനിടയിൽ കൂടി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരുന്നുണ്ടാവും. ഒപ്പം ഒരു ഗൂഗിൾ പേ ക്യാഷ് പ്രൈസും ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ അതിനു വേണ്ടിയിട്ട് ലൈവ് ആദ്യം മുതൽ അവസാനം വരെ നിർത്താണ്ട് കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ രാജീവേട്ടൻ എത്താൻ താമസിച്ചു പോയി, എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നിങ്ങളിപ്പോ 12 പേരാണ് ലൈവിലുള്ളത്. ഒരു 15 പേരെങ്കിലും ലൈവിൽ എത്തുന്ന സമയത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. സോ അതിനുവേണ്ടി മാക്സിമം ലൈവ് ഷെയർ ചെയ്യുക. ഓക്കെ. മോളെ പൂങ്കുയിലെ ആ പാട്ടൊന്ന് പാടുമോ? ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യിക്കണ്ട, പക്ഷെ ഇപ്പൊ ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം കുറച്ച് ആൾക്കാർക്കും കൂടെ ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ എന്തായാലും ഇതിപ്പോ എല്ലാ ആഴ്ചയിലും ഉണ്ടാവും. ഓരോ ആഴ്ചയിലും, അതായത് നമുക്ക് ഒരു മന്ത് 4 ആഴ്ച ഉണ്ടാവുമല്ലോ. ഈ 4 ആഴ്ചയിലും നമ്മളെ ഗിഫ്റ്റ് പ്രോഗ്രാം ഉണ്ടാവും. അതായത് ക്യാഷ് പ്രൈസിന്റെ പ്രോഗ്രാം ഉണ്ടാവും. അതിൽ 100 രൂപ വെച്ച് 5 പേർക്ക്, അങ്ങനെ 500 രൂപ വീതം എല്ലാ ആഴ്ചയിലും ഗിഫ്റ്റ് ഉണ്ടാവും. ഓക്കെ. അപ്പോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്ത് ആൾക്കാരെ കൊണ്ട് ഫോളോ ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ സന്തോഷമായിരിക്കും. അത് നിങ്ങളുടെ ക്രൈറ്റീരിയയിൽ ഉള്ള ഒരു കാര്യം കൂടിയാണ്. ഓക്കെ. അപ്പോ എന്തായാലും ഞാന് വച്ച് താമസിപ്പിക്കുന്നില്ല. ലൈവ് തുടങ്ങിയ സ്ഥിതിക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരാൻ പോവുകയാണ്. ആരൊക്കെയോ അതിന് മുന്നേ നമസ്കാരമൊക്കെ അയച്ചിട്ടുണ്ട്. ഹരിദാസ് ഏട്ടനാണ് നമസ്കാരം അയച്ചിരിക്കുന്നത് വാട്സാപ്പില്. അതുപോലെ അതുല്യ ഹായ് അയച്ചിട്ടുണ്ട്, കണ്ടു കേട്ടോ. അപ്പോ ഉത്തരം കൂടി അതുപോലെ ഫാസ്റ്റ് ആയിട്ട് വരണം. ഉത്തരത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് അറിയാം. കുറച്ച് പേർക്കും കൂടെ ലൈവ് ഒന്ന് ഷെയർ ചെയ്തോളൂ. ഓക്കെ. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കാൻ പോവുകയാണ്. സോ എങ്ങനത്തെ ക്വസ്റ്റ്യൻ വേണം? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ വേണോ, അതോ പാടുള്ള ക്വസ്റ്റ്യൻ വേണോ, ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വേണോ, എന്ത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. എന്തായാലും ഞാൻ ഫസ്റ്റ് നമുക്കൊരു എളുപ്പമുള്ള ക്വസ്റ്റ്യനിൽ പോവാം അല്ലെ. ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ ചോദ്യം വരാൻ പോകുന്നത്. സോ ഒന്നാമത്തെ ചോദ്യം, രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു പദം. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു പദം.
അപ്പോ വേഗം അയച്ചോളൂ, വേഗം. ഉത്തരം ആദ്യം അയക്കുന്ന ആൾക്ക് ഇപ്പൊ തന്നെ ഗൂഗിൾ പേ വഴി 100 രൂപ കിട്ടുന്നതാണ്. അതാണ് ഏറ്റവും ഹൈലൈറ്റിലായിട്ടുള്ള സംഭവം. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന പദം ഏതാണ്? വേഗം അയച്ചോളൂ, വേഗം അയച്ചോളൂ. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന പദം അയക്കേണ്ടത് 99 47 89 03 78 എന്ന വാട്സാപ്പ് നമ്പറിലേക്കാണ് അയക്കേണ്ടത്. വേഗം വേഗം അയച്ചോളൂ. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന പദം ഏതാണ്? നിങ്ങളുടെ ക്വസ്റ്റ്യൻ എല്ലാവരും ലൈവ് നിന്ന് ഇറങ്ങിപ്പോയി. എനിക്ക് തോന്നുന്നു എല്ലാവരും വാട്സാപ്പിലേക്ക് ഓടിയതാണെന്ന് തോന്നുന്നു. 99 46 ക്ഷമിക്കുക 99 47 89 03 78 എന്ന നമ്പറിലേക്കാണ് അയക്കേണ്ടത്. എനിക്ക് ഒരു ഉത്തരം പോലും ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, രായിൽ തുടങ്ങി രായിൽ അവസാനിക്കണം. ഒരാൾ ഉത്തരം അയച്ചു, രാജീവ്. രാജീവേട്ട തെറ്റാണ് ഉത്തരം അയച്ചത്. ഓക്കെ, രാജീവേട്ടന്റെ ഉത്തരം ദേ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ഉത്തരം തെറ്റാണ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 8 മണി മുതൽ 9 മണി വരെ. അതുപോലെ ഹരിദാസേട്ടൻ അയച്ച ഉത്തരവും തെറ്റാണ്. ഹരിദാസേട്ടൻ അയച്ച ഉത്തരവും എനിക്കിവിടെ വന്നിട്ടുണ്ട്, പക്ഷെ തെറ്റാണ്. വേഗം തുടങ്ങിക്കോളൂ. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു പദം, ഏത് പദം ആയാലും മതി. ആരാ അയച്ചേ? അതുല്യ. അതുല്യക്കുട്ടി അയച്ചതും തെറ്റാണ്. അത് അമ്മിലാണ് അവസാനിക്കുന്നത്. എല്ലാരും രാരീരം ആണ് ഉത്തരം പറഞ്ഞത്. രാരീരം അമ്മിലാണ് അവസാനിക്കുന്നത്. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു പദമാണ് ഞാൻ ചോദിച്ചത്. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, കിട്ടും. വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. നമ്പേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരും. ഇത്ര ക്ലൂവേ തരാൻ പറ്റുള്ളൂ. നമ്പേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരും. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന പദം ഏതാണ്? വേഗം പറഞ്ഞോളൂ. 100 രൂപ ക്യാഷ് പ്രൈസ് ആയിട്ട് ഇപ്പൊ ലൈവായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിന് വേണമെങ്കിൽ വേഗം വേഗം പറഞ്ഞോളൂ. രാരീരമല്ല ഉത്തരം. ഞാൻ ആദ്യമേ പറയാം, രാരീരമല്ല ഉത്തരം. ഒരുപാട് പേര് രാരീരം നയിക്കുന്നുണ്ട്. നിഷ ചേച്ചി, രാരീരമല്ല ഉത്തരം. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്നു. ഞാൻ അതുപോലെ പറയുന്നു, അതൊരു നമ്പർ ബന്ധപ്പെട്ട് വരും. സോ അത് മലയാളത്തില് ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പെട്ടെന്ന് ആലോചിക്കുന്നതായിരിക്കില്ല, പക്ഷെ രായിൽ തുടങ്ങി രായിൽ അവസാനിക്കണമെങ്കിൽ. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ഒരു ആൻസർ വന്നിട്ടുണ്ട്. അത് അയച്ചിരിക്കുന്നത് രൂപികയാണ് അയച്ചിരിക്കുന്നത്. രൂപിക അയച്ചത് ശരിയായ ഉത്തരമാണ്. 2:30. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന പദം 2:30. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. എന്റെ ഫസ്റ്റ് വിജയി എന്ന് പറയുന്നത് നമ്മുടെ രൂപിക അരുൺ ആണ്. ഓക്കെ, അതിനുശേഷം 2:30 2:30 വരുന്നുണ്ട്. ആദ്യം വന്ന ഉത്തരം രൂപികയുടേതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. മിററിംഗ് ഉള്ളതുകൊണ്ട് തിരിച്ചേ കാണുന്നുണ്ടാവുള്ളൂ. അപ്പൊ രണ്ടാമത് വന്നതാണ് ആ ഒരു ഗ്രീനിൽ കിടക്കുന്നത്. സോ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ രൂപിക കുട്ടി ഗൂഗിൾ പേ നമ്പർ അയച്ചോളൂ. അതിനോടൊപ്പം ഒരു 5 പേരെ കൊണ്ടെങ്കിലും ഫോളോ ചെയ്യിക്കുക. ഓക്കെ, അപ്പോ വേഗം ഗൂഗിൾ പേ നമ്പർ അയക്കൂ. ലൈവ് ആയിട്ട് ഇപ്പൊ തന്നെ നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ലൈവായി ഗൂഗിൾ പേ വഴി റിയൽ ക്യാഷ് പ്രൈസ് സമ്മാനം, ഉടൻ പണം. ഫേസ്ബുക്ക് ലൈവ്. അതുപോലെ രൂപികയ്ക്ക് ഗൂഗിൾ പേ കിട്ടുമ്പോ എനിക്കത് ഇവിടെ കമന്റ് ആയിട്ട് ഇടുകയും കൂടെ വേണം കേട്ടോ. അപ്പൊ നോക്കാം നമുക്ക് ആരൊക്കെയാണ് കമന്റ് ഇട്ടിരിക്കുന്നതെന്ന് നോക്കാം. സമയം കഴിഞ്ഞു കേട്ടോ. ഉത്തരം ഒരാൾ പറഞ്ഞു. അപ്പൊ ഇനി ഇടയ്ക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരും. അപ്പൊ രൂപിക വേഗം ഗൂഗിൾ പേ നമ്പർ ഇട്ടോളൂ. രൂപിക ആൻസർ അയച്ചിട്ട് ഓടിയെന്ന് തോന്നുന്നു. എവിടെ പോയെന്ന് അറിയില്ല. എന്തായാലും ഞാൻ നോക്കട്ടെ. രൂപിക കുട്ടി ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ഗൂഗിൾ പേ നമ്പറും കൂടെ ഒന്ന് അയച്ചേക്കൂ. രൂപിക അരുണാണ് നമ്മുടെ ലൈവിലെ പറയാം നേടാം കൈ നിറയെ പണം എന്നുള്ളതിന്റെ ഫസ്റ്റ് വിജയി എന്ന് പറയുന്നത്. 2:30 എന്നുള്ളതായിരുന്നു ഉത്തരം. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന പദം. അത് ഗൂഗിൾ പേ നമ്പർ അയക്കാണ്ട് പുള്ളിക്കാരത്തി എവിടെയോ ഓടിപ്പോയി. എവിടെ പോയെന്ന് അറിയില്ല. പിന്നെ ശരി ഉത്തരങ്ങൾ അയച്ചിരിക്കുന്നത് നിഷ ബിനു, അതുപോലെ തന്നെ രാജീവ് ഏട്ടനൊക്കെ അയച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യം അയക്കുന്ന ആൾക്കാണ് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആദ്യം അയക്കുന്ന ആൾ എന്തായാലും ഗൂഗിൾ പേ നമ്പർ വന്നിട്ടുണ്ട്. ലൈവായിട്ട് ഞാനിപ്പോ ഗൂഗിൾ പേയിൽ ചെയ്യാൻ പോകണം. അതിനോടൊപ്പം എനിക്കൊരു കാര്യം ചെയ്തു തരേണ്ടത്, കുറച്ച് പേരെയെങ്കിലും ഫോളോവേഴ്സ് ആക്കി ഈ നമ്പറിലേക്ക് ഒന്ന് ചെയ്യുക. ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരാം. ഓക്കെ, കുറച്ചു പേർക്ക് ലൈവ് ഷെയർ ചെയ്ത് ഫോളോവേഴ്സിന് കയറ്റി തരാം. ഓക്കെ, അതും കൂടെ ചെയ്തു തരണം. ഫോളോ ചെയ്യിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും രൂപിക അരുൺ ഇപ്പൊ അയക്കാൻ പോവാണ്.
ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഞങ്ങളുടെ പേജിൽ പുതിയൊരു ഗെയിം ഷോ. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 8 മണി മുതൽ 9 മണി വരെ. സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നു ഉടൻ പണം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: തില്ല അനീഷ് എന്ന അക്കൗണ്ട് ഫോളോ ചെയ്യുക. ക്യാഷ് പ്രൈസ് കിട്ടണമെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്തിരിക്കുന്ന ഫോളോവർ ആയിരിക്കണം. ഒപ്പം 10 ഫ്രണ്ട്സിനെ കൊണ്ട് അക്കൗണ്ട് ഫോളോ ചെയ്യിക്കുക. ഉത്തരങ്ങൾ ഞങ്ങൾ നൽകുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് വേഗത്തിൽ അയയ്ക്കുക. ലൈവായി ഗൂഗിൾ പേ വഴി റിയൽ ക്യാഷ് പ്രൈസ് സമ്മാനം, ഉടൻ പണം. ഫേസ്ബുക്ക് ലൈവ് at 8 PM എവറി ഫ്രൈഡേ. പറയാം നേടാം കൈ നിറയെ പണം. നിങ്ങളുടെ അറിവും ആത്മവിശ്വാസവും ഉപയോഗിച്ച് പണം നേടൂ. ഞങ്ങൾ രൂപിക അരുണിനുള്ള ഫസ്റ്റ് ഗിഫ്റ്റ് നിങ്ങളുടെ മുന്നിൽ വെച്ച് കാണിച്ചയച്ചിട്ടുണ്ട്. 100 രൂപ. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. രൂപികയ്ക്ക് കിട്ടി, അയച്ചു എന്ന് രൂപിക പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ലൈവായിട്ട് നിങ്ങൾക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട്. സോ ഇനി ആരും ലൈവിൽ നിന്ന് പോവരുത്. ഇതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ആർക്കായിരിക്കും 100 രൂപ അടിക്കാൻ പോകുന്നെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ രൂപിക കുട്ടി എല്ലാവരോടും പറയാം, എങ്ങനെയുണ്ട് രൂപികയുടെ അഭിപ്രായം? പോരട്ടെ, വേഗം പോരട്ടെ. ക്യാഷ് കിട്ടിയിട്ടില്ല എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, രൂപിക കുട്ടിയുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, അഭിപ്രായം പോരട്ടെ. എന്താണ്, സന്തോഷമായോ, എങ്ങനെയാണ്, ഇത് പ്രതീക്ഷിച്ചോ എന്നുള്ളത് അറിയണം. ഓക്കെ, അതും കൂടെ പോരട്ടെ. ബാലകൃഷ്ണൻ ചേട്ടൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. എന്നെ തോൽപ്പിച്ചു എന്ന് രാജീവേട്ട. ഇനി 4 ക്വസ്റ്റ്യൻ ഉണ്ട്. 1 മണിക്കൂറുണ്ട്, 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനിയും നമുക്ക് 400 രൂപയ്ക്കുള്ള അവസരമുണ്ട്. ഒരു 100 രൂപയെ പോയിട്ടുള്ളൂ. അപ്പോ വേഗം ആവട്ടെ. രൂപിക കുട്ടിയുടെ അഭിപ്രായം കൂടി എനിക്ക് കേൾക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. സോ എന്തായാലും ഗൂഗിൾ പേ വഴി രൂപിക അരുൺ 100 രൂപ നേടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈവായിട്ടാണ് ഞാൻ അത് കാണിച്ചു തന്നത്. അതുപോലെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഉടൻ പണം ലൈവായിട്ട് നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നതായിരിക്കും. സോ നമ്മുടെ സ്പോൺസേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് ഒന്നും കൂടി ഒന്ന് കേട്ടിട്ട് വായോ. അപ്പോഴത്തേക്കും അടുത്ത ക്വസ്റ്റ്യന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എത്രയും വേഗം ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്ത് കൂടെ കൂടുക. ഗിഫ്റ്റ് കിട്ടുന്നവര് എല്ലാരെയും കൊണ്ട് ഫോളോ ചെയ്യിക്കുക. മാക്സിമം ഈ ഒരു ലൈവ് ഷെയർ ചെയ്യുക. ഫോളോ ചെയ്യിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ 10 പേർക്ക് എന്റെ അക്കൗണ്ടിന്റെ ഒരു ലിങ്ക് അയച്ചു കൊടുക്കുക. അത് അയച്ചു കൊടുത്തതിന്റെ പ്രൂഫെങ്കിലും എനിക്കൊന്ന് ഇട്ട് തന്നാൽ മതിയാകും. ഓക്കെ, സോ എന്തായാലും നോക്കിക്കോളൂ. നമുക്ക് ആ ഒരു സ്പോൺസേഴ്സിന്റെ ആഡും കൂടെ കണ്ടിട്ട് വരാം. ഓക്കെ, Introducing the live game show പറയാം നേടാം കൈ നിറയെ പണം. Sponsored by Star Winner Orchestra Ganamela, Sandwanam Nursing and Servicing near Sub-Registrar Office, Kottayam, and Liban Family Saloon opposite Private Bus Stand, Kilimano. ആസ്വാദക മനസ്സിൽ സംഗീതത്തിന്റെ പെരുമഴയുമായി സ്റ്റാർ വിന്നർ പ്രസന്റ് സ്റ്റാർ വിന്നർ ഓർക്കസ്ട്ര ഗാനമേള. നിങ്ങളുടെ ആവശ്യപ്രകാരം പിന്നണി ഗായകരെയും ചാനൽ ആർട്ടിസ്റ്റുകളെയും ഉൾപ്പെടുത്തി ലൈറ്റ് ആൻഡ് സൗണ്ട് മെഗാ ഷോ അവതരിപ്പിക്കുന്നു. സ്റ്റാർ വിന്നർ ഓർക്കസ്ട്ര ഗാനമേള. 40,000 watts sound system and 20,000 watts light show. Star Winner Orchestra Ganamela. For booking, Secretary Star Winner Puduval Kizhakeppuram PO Airur Varkala. Phone 8281767435. മറ്റൊരു നമ്പർ 8086142615. നിങ്ങളുടെ ആഘോഷങ്ങൾ ഏതുമാകട്ടെ, സംഗീതത്തിന്റെ പെരുമഴ തീർക്കാൻ ഞങ്ങൾ എത്തുന്നു. സ്റ്റാർ വിന്നർ ഓർക്കസ്ട്ര ഗാനമേള. ഉത്സവാഘോഷങ്ങൾ, ബർത്ത്ഡേ ഫംഗ്ഷനുകൾ, കല്യാണ ഫംഗ്ഷനുകൾ തുടങ്ങി നിങ്ങളുടെ ആഘോഷവേളകൾ ഏതുമാകട്ടെ, നിങ്ങളോടൊപ്പം ഞങ്ങളും. സ്റ്റാർ ഓർക്കസ്ട്ര ഗാനമേള. നിങ്ങളുടെ ആവശ്യപ്രകാരം ട്രാക്ക് ഗാനമേള സംവിധാനവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ബന്ധപ്പെടൂ. സ്റ്റാർ വിന്നർ ഓർക്കസ്ട്ര ഗാനമേള. ഓക്കെ, അപ്പോ രൂപിക പറഞ്ഞു വളരെ സന്തോഷം തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങൾക്കും വളരെ സന്തോഷം. ഞങ്ങൾ ഇന്നാണ് ഈ ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്തത്. പറയാം നേടാം കൈ നിറയെ പണം എന്നുള്ളത്. അതിന്റെ ആദ്യത്തെ വിന്നർ, ലൈവായി ഗൂഗിൾ പേ വഴി ക്യാഷ് കിട്ടിയ വിന്നർ എന്ന് പറയുന്നത് രൂപികയാണ്. സോ എന്തായാലും രൂപിക കുട്ടി, എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. ഹരിദാസ് ചേട്ടൻ തംസപ്പ് അയക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ചേട്ടാ നമ്മുടെ ഗെയിം ഷോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? ബിനു ഹരിദാസ് തംസപ്പ് അയക്കുന്നു. ഇനി എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും അടുത്ത ചോദ്യം എപ്പോഴാണ് എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും നോക്കിയിരുന്നോളൂ. ഞാൻ ചിലപ്പോൾ ആൾക്കാർ കുറയുമ്പോഴായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ ആരും പോവണ്ട. മാക്സിമം എല്ലാവരിലേക്ക് ലൈവ് ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഫോളോ ചെയ്തിട്ടില്ല, പുതിയ ആൾക്കാരാണ് ഈ ലൈവിലേക്ക് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടുക. കാരണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്ക് ഇതുപോലെ നമ്മൾ വരുന്നതായിരിക്കും.
അപ്പോ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവിൽ ഈ ഗിഫ്റ്റ് കിട്ടാവുന്നതേ ഉള്ളൂ. ഞാൻ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വളരെ വേഗത്തില് മെസ്സേജ് അയക്കുക. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം അയക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ രൂപിക കുട്ടി കുറെ പേർക്ക് അയച്ചു കൊടുത്തതിന്റെ ഇതെനിക്ക് തന്നിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുള്ളതിന്റെ ലിങ്ക് എനിക്ക് തന്നിട്ടുണ്ട്, ആ ഒരു സ്ക്രീൻഷോട്ട് തന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പൊ ആരെങ്കിലും ഒക്കെ ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യട്ടെ. തുമ്പി ഹായ് എന്ന് അയച്ചിട്ടുണ്ട്. ഹായ് തുമ്പിക്കുട്ടി. ആ തുമ്പിക്കുട്ടി എനിക്ക് മനസ്സിലായി. രണ്ടരാന്ന് ഒരുപാട് പ്രാവശ്യം രശ്മി അഭി അയച്ചു. പക്ഷെ ആദ്യം ഉത്തരം നമ്മുടെ രൂപിക കുട്ടി പറഞ്ഞുപോയി. അപ്പൊ അതുകൊണ്ടാണ് ആർക്കും ഗിഫ്റ്റ് കിട്ടാതെ പോയത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ലൈവ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും, ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇന്ന് ഗിഫ്റ്റ് അടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി കുറച്ച് പാട്ടും കളിയിലേക്കൊക്കെ പോവാം. എന്ത് പറയുന്നു? അപ്പോ 1-2 പാട്ടൊക്കെ പാടിയിരിക്കുമ്പോ അടുത്ത ചോദ്യത്തിനുള്ള ടൈം ആവും. സോ വെയിറ്റ് ചെയ്തിരുന്നാൽ മതിയാവും. അതിനോടൊപ്പം ഞാൻ ചോദിച്ച ചോദ്യത്തിനും അല്ലെങ്കിൽ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആരും ഒന്നും പറഞ്ഞില്ല. ഗോവിന്ദചാമി ജയിൽ ചാടിയതിനെയും പിടിച്ചതിനെയും ഒക്കെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നും കൂടെയൊക്കെ പറയൂ. കുറച്ച് പാട്ടും പറച്ചിലും കളിയും ചിരിയും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ലൈവ് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത്. എന്തായാലും കുറെ പേര് ഹായ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലൈവിൽ എത്ര പേരുണ്ടെന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇതിനകത്ത് എന്ത് പറ്റിയെന്ന് അറിയില്ല. 12 പേരാണ് ഇപ്പൊ ലൈവിലുള്ളത്. ഓക്കെ, ബിനു ചേട്ടൻ അടിപൊളി, സൂപ്പർ സൂപ്പർ എന്ന് ഹരിദാസ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ചേട്ടാ. ബിനു ചേട്ടൻ പറയുന്നു അടിപൊളി എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലൈവിന്റെ ചരിത്രത്തിൽ ആരും തന്നെ ഇതുപോലെ ലൈവായിട്ട് ക്യാഷ് പ്രൈസ് കൊടുത്തിട്ടില്ല. സോ അതിനെനിക്ക് സഹായിച്ചത് എന്റെ സ്പോൺസേഴ്സ് ആണ്. അവരുടെ പേര് എടുത്തു പറയണം. സ്റ്റാർ വിന്നർ ഓർക്കസ്ട്ര ഗാനമേള ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സാന്ത്വനം ഹോം നഴ്സിംഗ് കെയർ ഉണ്ട്. അതിനോടൊപ്പം ലീബൻ ഫാമിലി സലൂൺ, ഇവർ 3 പേരുമാണ് എന്റെ സ്പോൺസേഴ്സ്. നിങ്ങൾക്ക് ഈ ക്യാഷ് പ്രൈസ് തരുന്നത് ഞാനല്ല, അവരാണ് കേട്ടോ. അപ്പം അവരുടെ 3 പേരുടെയും സ്ഥാപനങ്ങൾ നോക്കുക. അതുപോലെ ഗാനമേള, നിങ്ങൾക്കൊരു അമ്പലങ്ങളോ എവിടെയെങ്കിലും ഒക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രോഗ്രാം കൊടുക്കാനും മറന്നു പോകരുത്. ഓക്കെ, അവരുടെ പ്രോഗ്രാം ബുക്കിങ്ങിനും കാര്യത്തിനും എല്ലാം എന്നെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, എന്തായാലും ഒരു പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഒരു പാട്ട്. ഏത് പാട്ട് വേണം ചേട്ടാ? വേഗം പറയൂ, ഏതെങ്കിലും ഒരു പാട്ട് പറയൂ. ഏത് പാട്ട് പോവാം ആദ്യം? ഓക്കെ, എന്തായാലും ഞാനൊരു പാട്ട് പാടാം. ഓക്കെ, പാട്ട് പാടി തുടങ്ങാം. ഓക്കെ, ആരോ എന്തോ ബിനു ചേട്ടനല്ല ബിനു ചേച്ചിയാണെന്ന്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ബിനു ചേച്ചിയാണ്. ചേച്ചി, ബിനു ചേച്ചി, ചേച്ചിയുടെ പേര് ബിനു എന്നുള്ള ചേച്ചിയുടെ പേരാണോ? അല്ലല്ലോ, ബിനു എന്നുള്ള ചേച്ചിയുടെ പേരാണല്ലേ. ഹരിദാസ് ആണ് ചേട്ടൻ. ഓക്കെ, അങ്ങനെ പറയൂ. രാജീവ് ചന്ദ്രൻ, എനിക്ക് സെക്കൻഡ് പ്രൈസ് തരണം എന്ന്. ഇവിടെ സെക്കൻഡ് പ്രൈസിന് ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാനിത് ഒരാൾക്ക് 500 രൂപ കൊടുക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഈ 5 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് 5 പേർക്ക് ഗിഫ്റ്റ് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സെക്കൻഡ് പ്രൈസ് ഒക്കെ ചോദിക്കുന്നു കള്ളൻ. എന്തായാലും നമുക്കൊരു പാട്ടിലേക്ക് പോവാം. ഓക്കെ, പൊന്മല്ല മല്ല മേലെ പൊന്മാമല്ല പൊന്മല്ല മേലെ തൂവെള്ളി പുഞ്ചിരി തൂവി തുളുമ്പിച്ചിതരണു മേലെ പൊന്മല്ല മല്ല മേലെ പൊന്മാമല്ല പൊന്മല മേലെ തൂവെള്ളി പുഞ്ചിരി തൂവി തുളുമ്പിച്ചിതരണു മേലെ കണ്ണെഴുതി കാത്തിരിപ്പുണ്ട് കടിഞ്ഞൂൽ പെറ്റകിനാവ് കണ്ണെഴുതി കാത്തിരിപ്പുണ്ട് കടിഞ്ഞൂൽ പെറ്റകിനാവ് ഇന്നെന്റെ നെഞ്ചിലെ ചൂട് കടം കൊള്ളാൻ വരും കാറ്റ് ഇന്നെന്റെ നെഞ്ചിലെ ചൂട് കടം കൊള്ളാൻ വരും കാറ്റ് തന്നാന തന്നാനദിന തന്നനനാദിനദാനേ തന്നാന തന്നാനദിന തന്നനനാദിനദാനേ. അപ്പൊ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഹരിദാസ് ഏട്ടനും ബിനു ചേച്ചി 2 പേരും ഒരുമിച്ച് വന്നിരുന്ന് കളിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ആഹാ, രതീഷ് ഏട്ടൻ, ഗോവിന്ദചാമി ജയിൽ ചാടിയത് വക്കീൽ ആളൂരിന് കർക്കിടകവാവ് ബലിയിടാനാണെന്നാണ് രതീഷ് ഏട്ടന്റെ വിലയേറിയ അഭിപ്രായം. അപ്പൊ ഈ അഭിപ്രായത്തോട് നിങ്ങൾ എല്ലാവരും യോജിക്കുന്നുണ്ടോ എന്ന് പറയുക. എന്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ ചിലപ്പോ എല്ലാവർക്കും കൊള്ളും. അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ. ഇത്രയും സുരക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അയാൾ ജയിൽ ചാടിയിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയ ജയിൽ പുള്ളികൾക്ക് എന്ത് സുഖമായിട്ട് ചാടാം. അതും ഒരു കൈയില്ലാത്ത വ്യക്തി ഇത്രയും പ്ലാൻ ചെയ്ത് അവിടുന്ന് ജയിൽ ചാടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ നിയമത്തിന്റെയും അല്ലെങ്കിൽ പോലീസുകാരുടെയൊക്കെ അനാസ്ഥ തന്നെയാണ്. അത്രയും സംവിധാനങ്ങള്, മനുഷ്യ സംവിധാനത്തിന് പുറമെ ഈ പറയുന്ന CCTV മറ്റെല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ടായിട്ടും
അയാൾ അത്രയും ഭംഗിയായിട്ട് ജയിൽ ചാടിയിട്ടുണ്ട്. അത് ഒരു കൈയില്ലാത്ത വ്യക്തി ജയിൽ ചാടി 6 മണിക്കൂറിന് ശേഷമാണ് ജയിൽ അധികൃതർ അത് അറിഞ്ഞതെന്ന് പറയുന്നു. അപ്പൊ എന്തുമാത്രം അനാസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ കടൽ മച്ചാനൊക്കെ പറഞ്ഞതുപോലെ ഗോവിന്ദചാമി ഇപ്പൊ പിടിക്കരുതായിരുന്നു. അവൻ പുറത്തു പോയി പട്ടിണി കിടന്ന് പണ്ടാരം അടങ്ങി തിരിച്ചു വരണം. അതായത് 3 നേരം അവിടെ ചപ്പാത്തിയും ചിക്കനും മട്ടനും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ ആഴ്ചയിൽ ഒരിക്കലൊക്കെ. അത് കിട്ടാതെ ഇത് വരുമ്പോ എന്തായാലും തിരികെ വന്നേനെ. അപ്പോ രതീഷ് ഏട്ടൻ പറഞ്ഞ ആ ഒരു എന്താണ് കമന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗോവിന്ദസ്വാമി ജയിലിൽ ചാടിയത് വക്കീൽ ആളൂരിന് കർക്കിടക വാവ് ബലിയിടാനാണ്. ചിലപ്പോ മേ ബി ആവാം, കിണറ്റിനകത്തായിരിക്കും ആ ബലി ഇട്ടിട്ടുണ്ടാവുക എന്ന് ചേട്ടാ ഇവിടെ അഭിപ്രായം പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ലൈവില് ആള് കുറവാണ്. എന്താണ് ലൈവ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. അതുപോലെ എത്തിക്കുമ്പോ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയാണ് പൈസ കിട്ടാൻ ഒരു വഴിയുണ്ട് എന്ന് പറയൂ. വെറുതെ ഇരിക്കുമ്പോ ഒരു 100 രൂപ കിട്ടിയാൽ നിങ്ങൾക്ക് എന്തായാലും അത് നന്നായിരിക്കില്ലേ? അറ്റ്ലീസ്റ്റ് ചേട്ടാ ഇവിടെ പറഞ്ഞത് കേട്ടോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും മീൻ മേടിക്കാന്ന്, 100 രൂപയ്ക്ക് മീനെങ്കിലും മേടിക്കാമെന്ന്. അതൊരു നല്ല ഐഡിയ ആണ്, നല്ല തോട്ടാണ് അല്ലെ? ശരി, അപ്പോ എന്തായാലും നമ്മുടെ ലൈവ് തുടങ്ങി അരമണിക്കൂറിന് മേലെയായി. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് വരാൻ പോകുന്നത്. എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. എന്താണ് എല്ലാവരുടെ അഭിപ്രായം? ഇപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നു. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഏറ്റവും കൂടുതൽ തവണ മികച്ച സംഗീത സംവിധാനത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? കൊള്ളാമോ ക്വസ്റ്റ്യൻ? ഏറ്റവും കൂടുതൽ തവണ മികച്ച സംഗീത സംവിധാനത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? അതാരാണ്? വേഗം പറയൂ. വാട്സാപ്പിലാണ് അയക്കേണ്ടത്. 99 47 89 0378. ഈ നമ്പർ ഇന്ന് കാണാതെ പഠിച്ചതല്ല, അതുകൊണ്ടാണ് കൂടെ ഓർത്ത് നോക്കുന്നത്. ഓക്കെ, ആരൊക്കെ എന്നിടയിൽ കമന്റ് കൂടെ വന്നിട്ടുണ്ട്. തില്ല പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു, പക്ഷേ ആ കമന്റ് എനിക്ക് വായിക്കാൻ പറ്റില്ല. അതിനകത്താണ് ഞാൻ കണ്ടത്. ഓക്കെ, നോക്കട്ടെ, അതാരാ പറഞ്ഞത്? രശ്മി അബി. തില്ല പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു, ശരിയല്ലേ? അപ്പൊ വേഗം ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒരിക്കൽ കൂടി പറയാം. ഏറ്റവും കൂടുതൽ തവണ മികച്ച സംഗീത സംവിധാനത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? വേഗം പോരട്ടെ, വേഗം പോരട്ടെ. ആരാണ് ആദ്യം, എങ്ങനെയായാലും ആരാണ് ആദ്യം അയക്കുന്നത് ആ ആൾക്കാണ് സമ്മാനം കിട്ടാൻ പോകുന്നത്. വാട്സപ്പിലാണ് അയക്കേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ ആവർത്തിക്കണോ? ഒരാൾ ടൈപ്പിംഗ് എന്ന് കാണിക്കുന്നുണ്ട്, നോക്കട്ടെ. വേഗം വേഗം ഉത്തരം അയച്ചോളൂ. ഏറ്റവും കൂടുതൽ തവണ മികച്ച സംഗീത സംവിധാനത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, 99 47 89 0378 എന്ന വാട്സാപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ ഉത്തരങ്ങൾ അയക്കേണ്ടത്. ലൈവായിട്ട് അപ്പോൾ തന്നെ ഗൂഗിൾ പേയിലെ ക്യാഷ് പ്രൈസ് കിട്ടുന്നതായിരിക്കും. അതിനോടൊപ്പം നമ്മുടെ രൂപിക ചെയ്തതുപോലെ തന്നെ ഈ ഒരു നിങ്ങൾ ലൈവ് ഷെയർ ചെയ്തതിന്റെ ഒരു 10 പേർക്ക് ലൈവ് വാട്സാപ്പിലൊക്കെ ഷെയർ ചെയ്തതിന്റെ പ്രൂഫും കൂടി അയക്കുക. ഇപ്പൊ ഒരാൾ ഉത്തരം അയച്ചിട്ടുണ്ട്, പക്ഷെ അയച്ച ഉത്തരം തെറ്റാണ്. രാജീവേട്ട പിന്നെയും തെറ്റി, എന്തിനാണിത്? വേഗം വേഗം ഉത്തരം അയക്കൂ. തെറ്റാണ്. ഔസേപ്പച്ചൻ എന്നാണ് അയച്ചത്. ഉത്തരം തെറ്റാണ്, ഔസേപ്പച്ചൻ അല്ല. ഓക്കെ, ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. ഇളയ രാജാവ് എന്ന് ആരാത് അയച്ചത്? ഇളയ രാജാവ് എന്നാണ് കവി ഉദ്ദേശിച്ചത്, പക്ഷെ തെറ്റാണ്. ഏറ്റവും കൂടുതൽ തവണ മികച്ച സംഗീത സംവിധാനത്തിനുള്ള ദേശീയ പുരസ്കാരമാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ എല്ലാവരും മലയാളത്തിലാണ് നിൽക്കുന്നത്. എല്ലാത്തിലേക്കും പോട്ടെ, ദേശീയമാണ്. സോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഗീത സംവിധായകനാണ്. ആരായിരുന്നു ഈ മെസ്സേജ് അയച്ച? അതുല്യ കുട്ടി അയച്ച ഉത്തരം തെറ്റാണ് കേട്ടോ. അപ്പൊ വേഗം പോരട്ടെ. അപ്പോ വേഗം വേഗം ഉത്തരം പോരട്ടെ. 99 47 89 0378 എന്ന നമ്പറിലേക്കാണ് അയക്കേണ്ടത്. ഞാൻ ഇപ്പൊ 8:40 8:42 വരെ നോക്കും. ഉത്തരം തെറ്റാണെങ്കിൽ കമ്പനിക്ക് കാശ് പോവും. ഓക്കെ, ഉത്തരം വന്നില്ലെങ്കിൽ കമ്പനിക്ക് കാശ് പോവും. വേഗം ആവട്ടെ എല്ലാരും. രണ്ട് മിനിറ്റ് ആണ് സമയം ഞാൻ തരുന്നത്. ഓക്കെ, വേഗം പോരട്ടെ.
ഓക്കേ, എന്തായാലും നമ്മുടെ രാജീവേട്ടൻ ഈ പ്രാവശ്യം രക്ഷപ്പെട്ടു. AR റഹ്മാൻ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിലും സംഭവം ഉദ്ദേശിച്ചത് അതാണെന്നുള്ളത് കൂടെ ഞാനത് കണക്കിലെടുക്കുന്നു. അതേപോലെ പിറകുന്ന ഒരാൾ ഉത്തരം അയച്ച ആരാ അയച്ചത്? നീതു കണ്ണൻ. പക്ഷേ നീതു കുട്ടി മെസ്സേജ് അയക്കാൻ ഒരു ഇച്ചിരി പൂലം ലേറ്റ് ആയി പോയി. അങ്ങനെ തന്നെ പറഞ്ഞു നമ്മളെ ട്രിവാൻഡ്രം ഭാഷയിൽ. ഇച്ചിരി പൂലം ലേറ്റ് ആയി പോയി. അത് നമ്മുടെ രാജീവേട്ടൻ കൊണ്ടുപോയി. AR റഹ്മാൻ എന്നുള്ളത് രാജീവേട്ടനാണ് ആദ്യം ഉത്തരം അയച്ചേക്കുന്നത്. രാജീവേട്ട അപ്പോ ഗൂഗിൾ പേ നമ്പറും കൂടെ അയച്ചോളൂ. അതുപോലെ രൂപികയും അയച്ചപ്പോ ലേറ്റ് ആയി പോയി. ഒരിക്കൽ കൂടെ നോക്കിയതാ. സത്യജിത് റേ എന്ന് സുജ അല്ല കേട്ടോ, AR റഹ്മാനാണ് ഉത്തരം. അത് നമ്മുടെ രാജീവേട്ടനാണ് ആദ്യം അയച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും എന്നറിയില്ല, എന്നാലും AR എന്നൊക്കെ കാണാൻ മനസ്സിലാവില്ല. ആദ്യം വന്നത് രാജീവേട്ടന്റെന്നാണ്. സോ രാജീവേട്ടന്റെ ഉത്തരം നമ്മൾ കണക്കിലെടുക്കുന്നു. രാജീവേട്ട ഗൂഗിൾ പേ നമ്പർ ഒന്ന് അയച്ചേക്കൂ. അപ്പോ ഗൂഗിൾ പേ നമ്പർ വരികയാണെങ്കിൽ ലൈവായിട്ട് നമ്മൾ ഈ ഒരു ക്യാഷ് ഇപ്പോൾ അയക്കുന്നതായിരിക്കും. അതിനോടൊപ്പം വാട്സാപ്പിൽ ഒരു 10 പേർക്കെങ്കിലും ഈ ലൈവ് ഷെയർ ചെയ്തതിന്റെ ഒരു പ്രൂഫും കൂടെ ഒന്ന് ഇട്ടേക്കണം കേട്ടോ. ഈ ഷെയർ ചെയ്യുന്ന ആൾക്കാരോട് ഈ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ കൂടി പറയണം കേട്ടോ. ഇപ്രാവശ്യം ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാണ് ഞാൻ ഫോളോവേഴ്സിനെ കാണിച്ചാലേ തരുള്ളൂ അങ്ങനെയുള്ള ഒരു ഇത് കൊടുക്കാത്തത്. അടുത്ത പ്രാവശ്യം തൊട്ട് അത് മസ്റ്റ് ആയിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത ക്യാഷ് പ്രൈസിന്റെ വിന്നർ രാജീവേട്ടന് നമ്മള് ക്യാഷ് അയക്കാൻ പോവാണ്. സാന്ത്വനം ഹോം നഴ്സിംഗ് ആൻഡ് സർവീസിംഗ്, ചാത്തന്നൂർ, പരവൂർ, മീനാട്. ഫോൺ 790911. സോ രാജീവേട്ടനുള്ള 100 രൂപ ദേ വന്നിട്ടുണ്ട്. രാജീവേട്ടന് കിട്ടിയിട്ടുണ്ടെങ്കിൽ രാജീവേട്ട ഒന്ന് നമ്മുടെ ഫേസ്ബുക്ക് ലൈവിൽ ഒന്ന് കമന്റ് ആയിട്ട് പറയൂ. ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് പറയൂ കേട്ടോ. 628. മറ്റൊരു വേഗം പോരട്ടെ. 67727802. ഞങ്ങളുടെ സേവനങ്ങൾ: ഹോം നഴ്സ്, ഹൗസ് മെയ്ഡ്, ഡെലിവറി അറ്റൻഡർ, ഓഫീസ് സ്റ്റാഫ്, ആശുപത്രി കൂട്ടിരിപ്പ്. വിശ്വസ്തരും സത്യസന്ധരുമായ ജോലിക്കാരാണ് വേണ്ടതെങ്കിൽ ഞങ്ങളെ സമീപിക്കൂ. സാന്ത്വനം ഹോം നഴ്സിംഗ് ആൻഡ് സർവീസിംഗ്, ചാത്തന്നൂർ, പരവൂർ, മീനാട്. രാജീവേട്ട കിട്ടിയിട്ടുണ്ടെങ്കിൽ രാജീവേട്ട ഒന്ന് കമന്റ് ചെയ്യൂ. കാശ് വന്നു എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യൂ. ഞാൻ എന്തായാലും ലൈവിൽ എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. രാജീവേട്ടന് സെക്കൻഡ് ക്യാഷ് പ്രൈസ് രാജീവേട്ടനാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം ആദ്യം ഫാസ്റ്റ് ആയിട്ട് അയച്ചത് രാജീവേട്ടനായിരുന്നു. അതിനോടൊപ്പം കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷെ ലേറ്റ് ആയിപ്പോയി എല്ലാരും അയച്ചത്. ടിൻറ്റു, പിന്നെ ടിൻറ്റു CITU, പിന്നെ അയച്ചിട്ടുണ്ടായിരുന്നത് ഹരിദാസ് ഏട്ട അയച്ചായിരുന്നു, ലേറ്റ് ആയിപ്പോയി. അതുപോലെ തന്നെ നമ്മുടെ രശ്മി അയച്ചിട്ടുണ്ടായിരുന്നു, ലേറ്റ് ആയിപ്പോയി. അപ്പൊ ആദ്യം വന്നത് എനിക്ക് രാജീവേട്ടന്റെ തരം നിങ്ങളെ ഞാൻ കാണിച്ചാണ് ഇട്ടത്. അപ്പൊ എന്തായാലും ഞാൻ അങ്ങനെ ലൈവായിട്ട് കാണിച്ചിട്ട് ഞാൻ ആരാണ് വിജയി എന്നുള്ളത് പറയുള്ളൂ കേട്ടോ. പെട്ടെന്ന് അടിക്കുവാണ് എന്ന് പറയുന്നു. അതെന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. സോ നീതു കർണൻ ലേറ്റ് ആയി പോയിന്ന്. കുഴപ്പമില്ലടാ, ഇനി 3 ക്വസ്റ്റ്യൻ ഉണ്ട്. 300 രൂപയ്ക്കുള്ള വകുപ്പുണ്ട്. അപ്പോ ലൈവ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. എല്ലാ വെള്ളിയാഴ്ചയും 8 മണിക്കാണ് ലൈവ്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഇതുപോലെ ക്യാഷ് കിട്ടാനുള്ള ഒരു അവസരമുണ്ട്. സോ ഹരിദാസ് ഏട്ടൻ തംസപ്പ് ഒക്കെ തരുന്നുണ്ട്. ബാലമുരളി ഹായ് പറയുന്നുണ്ട്. ഹായ്, നമസ്കാരം ബാലമുരളി ചേട്ടന്. കുറെ കാലമായി നമ്മൾ കണ്ടിട്ട്. സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വീട്ടിലെല്ലാരെയും തിരക്കിയെന്ന് പറഞ്ഞേക്ക് എന്റെ ഭാഗത്ത് നിന്ന്, ചേട്ടയുടെ ഭാഗത്ത് നിന്നൊക്കെ. സുരാജ് ഏട്ടൻ, തില്ല ഞാൻ വണ്ടി ഓടിക്കുമായിരുന്നു, ഷീബയോട് ഞാൻ പറഞ്ഞതാ AR റഹ്മാൻ എന്ന്. ഷീബ ചേച്ചി അപ്പൊ അയച്ചില്ല എന്നുള്ളതാണ് സുരാജ് ഏട്ടന്റെ വളരെ വലിയൊരു പരാതി. ചേട്ടാ ഇനി 300 രൂപയുണ്ട്, എന്തായാലും നമുക്ക് അതിൽ നോക്കാം. ഇനി 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ആ 3 ക്വസ്റ്റ്യനില് നമുക്ക് അടിക്കണം. അടുത്ത പെട്ടെന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി. അപ്പോ രാജീവേട്ടൻ കുറച്ച് പേർക്ക് ലൈവ് ഷെയർ ചെയ്തു, അതിന്റെ പ്രൂഫ് എനിക്ക് തന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഈ ചെയ്തവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് അക്കൗണ്ട് ഫോളോ ചെയ്യൂ എന്നും കൂടെ ഒന്ന് എഴുതിയിട്ടേക്കാവോ? ഈ കിട്ടിയ 2 പേരും ഒന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമായിരുന്നു. കുറച്ച് ആൾക്കാരെ കൊണ്ട് ഫോളോ ചെയ്യിക്കുക. ഓക്കെ, എനിക്ക് ലൈവ് കഴിയുമ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവും
ഞങ്ങൾ 5 പേരെയാണ് കൊടുക്കുന്നതെങ്കിൽ 50 പേരാണ് ശരിക്കും ഫോളോ ചെയ്യേണ്ടത്. അപ്പോ ആരാണ് റിക്വസ്റ്റ് ഇട്ട് വരുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചാൽ അത്രയും സന്തോഷമായിരുന്നു. സോ ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം എന്താണ് ഗെയിം എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഗെയിമിന്റെ ക്രൈറ്റീരിയാസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങൾ ഇന്നു മുതൽ തുടങ്ങിയത് പറയാം നേടാം കൈ നിറയെ പണം എന്ന പുതിയ ഷോയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അക്കൗണ്ട് ഫോളോ ചെയ്യിക്കുക. അതുപോലെ ക്യാഷ് പ്രൈസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്തിരിക്കണം. അതുപോലെ 10 ഫ്രണ്ട്സിനെ കൊണ്ട് അക്കൗണ്ട് ഫോളോ ചെയ്യിക്കണം. അതിനോടൊപ്പം തന്നെ ഉത്തരങ്ങൾ നമ്മൾ ഈ തന്നിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിലേക്ക് വളരെ വേഗത്തിൽ അയക്കുക. 1 മിനിറ്റ് ആയിരിക്കും ടൈം നമ്മൾ തരുന്നത്. ഓക്കെ, ലൈവായിട്ട് ഗൂഗിൾ പേ വഴി തന്നെ ക്യാഷ് കിട്ടും. അതിപ്പോ നിങ്ങൾ കണ്ടതുമാണ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത്, പറയാം നേടാം കൈ നിറയെ പണം എന്നുള്ള ഞങ്ങളുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്റ്റാർ വിന്നർ ഗാനമേള, സാന്ത്വനം നഴ്സിംഗ് ഹോം, ലീബൻ ഫാമിലി സലൂൺ കിളിമാനൂർ. അപ്പോ സ്റ്റാർ വിന്നറിന്റെ നല്ല തട്ടുപൊളിപ്പൻ ഗാനമേളയാണ്. അപ്പൊ ഒത്തിരി നിങ്ങൾക്ക് അറിയപ്പെടുന്ന ആൾക്കാരും നിങ്ങൾ ചോദിക്കുന്ന ആൾക്കാരും ഒക്കെ ആയിട്ടാണ് ആ പ്രോഗ്രാം പോകുന്നത്. അപ്പോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉത്സവ പരിപാടികളിൽ അതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. അത് ബർത്ത്ഡേ ഫംഗ്ഷൻസ്, പാലുകാച്ചൽ, ഹൗസ് വാമിങ്ങോ അല്ലെങ്കിൽ മാരേജ് ഫംഗ്ഷൻസിനൊക്കെ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പ്രോഗ്രാം വേണം എന്നുണ്ടെങ്കിൽ നാളെ മുതൽ നമ്മുടെ പേജിൽ അവരുടെ അഡ്വർടൈസ്മെന്റുകൾ വരുന്നതായിരിക്കും. അപ്പോൾ ഷോ കാർഡ് ഉൾപ്പെടെ ഞങ്ങൾ അതിനകത്ത് റിവീൽ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ വാട്സ്ആപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താലും മതിയാവും. ഓക്കെ, സോ എല്ലാ വെള്ളിയാഴ്ചയും 8 മണി മുതൽ 9 മണി വരെയാണ് നമ്മുടെ ലൈവ് ഉള്ളത്. സോ 8:47 ആയി. എനിക്കറിയാം അടുത്ത ക്വസ്റ്റിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. സോ ആരുടെയൊക്കെയോ കമന്റ് എനിക്ക് വായിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. പക്ഷെ ലൈവിന് ആള് കുറവാണ്. ഇപ്പൊ 13 പേരുണ്ട് അല്ലേ? ഓക്കെ, 14 പേരുണ്ട്. ഹായ് തില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഷംനാഥ് ഹായ് ചേച്ചി. ഹായ്, നമസ്കാരം. അതിനോടൊപ്പം തന്നെ ബാലമുരളി ഹായ് മോളെ, നമ്മൾ എല്ലാവർക്കും സുഖം എന്ന് പറയുന്ന ഒരുപാട് സന്തോഷം ലൈവ് കാണാൻ വന്നതിൽ. രതീഷേട്ടൻ തംസ് അപ്പ് തരുന്നുണ്ട്. രതീഷേട്ടൻ നമുക്ക് നാളെ മുതൽ നമ്മുടെ ഷോ കാർഡ് ഒക്കെ നമ്മുടെ പേജിൽ പോസ്റ്റ് ചെയ്ത് തുടങ്ങും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ലീബൻ ബ്യൂട്ടി പാർലറിന്റെയും സാന്ത്വനത്തിന്റെയും ഒക്കെ പോസ്റ്റേഴ്സ് വരുന്നതായിരിക്കും. സോ എന്തായാലും നിങ്ങൾക്ക് ഞങ്ങളുടെ ലൈവ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടി കമന്റിൽ വഴി അറിയിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ലൈവ് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ സ്പോൺസർ ചെയ്യുന്നത് അതിലുള്ളൊരു ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്ത് പറയുന്നതായിരിക്കും. എന്തായാലും ഇതുപോലെ ലൈവ് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പരസ്യങ്ങൾ ഞങ്ങളുടെ പേജ് വഴി അയക്കാവുന്നതാണ്. അത് ഈ സ്പോൺസർ ചെയ്യുന്നതല്ലാണ്ട് നമ്മുടെ പേജ് വഴി പരസ്യങ്ങൾ അയക്കാൻ താല്പര്യമുള്ളവർക്കും പറയാവുന്നതാണ്. ഓക്കെ, രാജീവേട്ടന്റെ ക്യാഷ് കിട്ടി എന്നുള്ള കമന്റ് എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. ഓക്കെ, എന്തായാലും സന്തോഷം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ സിനിമയിലെ ആദ്യ വനിത ആരാണ്? ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ആദ്യ വനിത. ഹു ഈസ് നോൺ ആസ് ഫസ്റ്റ് ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ? വേഗം വേഗം ഉത്തരം പോരട്ടെ. ഉത്തരം അയക്കേണ്ടത് 9947890378 എന്ന നമ്പറിലേക്കാണ്. ഇന്ത്യൻ സിനിമയിലെ ആദ്യ വനിത ആരാണ്? ഒരു മിനിറ്റ് ആണ് ടൈം ഞങ്ങൾ പറയുന്നത്. ഇപ്പൊ 8:49 ആയി. അപ്പോ 8:50 പോരട്ടെ. 8:51 വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇല്ലെങ്കിൽ ക്യാഷ് കമ്പനിക്ക് പോവും. വേഗം അയച്ചോളൂ. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ആദ്യ വനിത ആരാണ്? വേഗം പോരട്ടെ. ആരും അയച്ചിട്ടില്ല ഇതുവരെയും. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ആദ്യ വനിത ആരാണ്? അല്ല, ഒരാൾ ഉത്തരം അയച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതല്ല. ഓക്കെ, എനിക്ക് ഉത്തരം വന്നിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഇത് അയച്ചിരിക്കുന്നത് വീണ്ടും രാജീവേട്ടൻ. രാജീവേട്ടാ, നിങ്ങൾ ഇതും കൊണ്ട് പോവാൻ വന്നതാണെന്ന് തോന്നുന്നു. ദേവിക റാണിന്ന് രാജീവേട്ടൻ അയച്ചിട്ടുണ്ട്.
അയ്യോ അടുത്ത ആളായിരുന്നു സുജ. സുജ അയച്ചത് ജസ്റ്റ് 2 സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ രാജീവേട്ടൻ പിന്നെയും കൊണ്ടുപോയി. അതുപോലെ തന്നെ വീണ്ടും കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു അയച്ചേ? രൂപിക തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും കമ്പനിക്കും കിട്ടിയില്ല, വേറെ ആർക്കും കിട്ടിയില്ല. രാജീവേട്ടൻ ഇന്ന് 200 രൂപയാണ് ഒപ്പിച്ചിരിക്കുന്നത്. രാജീവേട്ട എന്തായാലും ഞാൻ ഒരിക്കൽ കൂടി ഒരു 100ഉം കൂടെ അങ്ങോട്ട് വരാൻ പോവുകയാണ്. അപ്പോ വേഗത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ, ഇതുപോലെയാണ് നമ്മുടെ ഗിഫ്റ്റുകൾ പോകുന്നത്. അപ്പൊ രാജീവേട്ടൻ ഒരു 10 പേർക്കും കൂടെ അയക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ലീവൻ ഫാമിലി സലൂൺ കിളിമാനൂർ നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഓക്കെ. രാജീവേട്ടൻ അടുത്ത 100 എന്തായാലും വന്നിട്ടുണ്ട്. ദേ 2 ഞാൻ ഒരുമിച്ച് കാണിച്ചു തരാം. ദേ 200 രൂപ ഈ ആഴ്ച രാജീവേട്ടൻ അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടേണ്ടതായിരുന്നു. ഒരുപാട് പേര് പിന്നെയാണ് അയച്ചത്. ദേവിക റാണിന്ന് 1-2 സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് നമുക്ക് പോയത് കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് വന്നത് രാജീവേട്ടന്റെ ഇതാണ്, കമന്റ് ആണ്, ഒരു മെസ്സേജ് ആണ് വന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, കാണുന്നുണ്ടാവും വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോ ദുർഗാഭായി കമ്മത്ത് എന്നൊക്കെ അയച്ചായിരുന്നു, അത് തെറ്റായിരുന്നു. ഓക്കെ, ദേവിക റാണിയാണ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ആദ്യ വനിത എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് വീണ്ടും സലൂൺ കിളിമാനൂർ നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ലീബൻ ഫാമിലി സലൂൺ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കിളിമാനൂർ. മികച്ച ഓഫറുകൾക്കായി സന്ദർശിക്കൂ ലീബൻ ഫാമിലി സലൂൺ കിളിമാനൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. കൂടാതെ ഓണം പ്രമാണിച്ച് വൻ ഓഫറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ലീബൻ ഫാമിലി സലൂൺ കിളിമാനൂർ. ഓക്കെ, തില്ലയെ കോണ്ടാക്ട് ചെയ്താൽ മതിയാകും. സമിതിയുടെ സൂപ്പർ ആങ്കർ കൂടിയാണെന്ന് നമ്മുടെ രതീഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാനും അമ്മ സമിതിയുടെ ഭാഗമാണ്. അപ്പോ എന്നെ കോണ്ടാക്ട് ചെയ്താലും മതിയാവും. ഓക്കെ, ബാലചേട്ടൻ കമന്റ് ആയിട്ടാണ് ഇട്ടത്. ചേട്ടാ, ഞാൻ കോണ്ടാക്ട് നമ്പർ, നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലാണ് അയക്കേണ്ടത് കേട്ടോ. അപ്പൊ എന്തായാലും വേഗത്തിൽ ഇനി നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വേഗം ലൈവ് മാക്സിമം കുറെ പേരിലേക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ തീർച്ചയായിട്ടും അവരെ കൊണ്ട് ഫോളോ ചെയ്യിക്കുക. ഓക്കെ, അപ്പോ എന്തായാലും എല്ലാവർക്കും ഈ ലൈവ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഗെയിം ഷോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം പേരിലേക്ക് എത്തിക്കുക. അതിനോടൊപ്പം തീർച്ചയായിട്ടും നമുക്ക് കുറെ ആൾക്കാരെ കൊണ്ട് ഫോളോ ചെയ്യിക്കുക കൂടെ ചെയ്യണം. ഈ ഗിഫ്റ്റ് കിട്ടിയവര് ഉറപ്പായിട്ടും ചെയ്യിക്കുക. ഓക്കെ, ഒത്തിരി പേര് വരുമ്പോഴാണ് നമ്മുടെ ഗെയിമിന് ഒരു സ്പിരിറ്റ് ഉണ്ടാവുന്നത്. അപ്പൊ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, സബിനേട്ടനൊക്കെ ലൈവ് കാണുന്നുണ്ട്, പക്ഷെ സബിനേട്ടൻ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. സബിനേട്ടൻ വാച്ചിങ് എന്ന് കാണിക്കുന്നുണ്ട്, എന്ത് പറ്റി മിണ്ടുന്നില്ല എന്ന് എനിക്ക് അറിയില്ല. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ലൈവ് സ്പോൺസർ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേജിൽ പരസ്യങ്ങൾ നൽകാനോ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നൽകിയ ഒരു വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാകും. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, സബിനേട്ടൻ പിന്നെ വാച്ചിങ് മാത്രമേ ഉള്ളൂ. എന്താണ് മനുഷ്യ മിണ്ടാത്തത്? എന്തെങ്കിലും സംസാരിക്കൂ. അപ്പൊ കോണ്ടാക്ട് നമ്പർ ഞാൻ കമന്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ താഴെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാലചേട്ട കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. സോ തീർച്ചയായിട്ടും നമ്മുടെ ലൈവ് സ്പോൺസർ ചെയ്തിരിക്കുന്ന 3 സ്പോൺസേഴ്സ് കൂടി നമുക്കുണ്ട് കേട്ടോ. ഷീബ ചേച്ചി ഹായ് അയച്ചിട്ടുണ്ട്. സുരാജ് ചേട്ടൻ ഹായ് അയച്ചു. ചേട്ടാ, നിങ്ങൾ രണ്ടുപേരുടെയും പാർട്ടിസിപ്പേഷൻ ഞാൻ പ്രതീക്ഷിച്ചു. അപ്പൊ നിങ്ങൾ എവിടെയോ യാത്രയിലാണ് എനിക്ക് മനസ്സിലായി. അപ്പോ ഈ ആഴ്ച പോയാലും അടുത്ത ആഴ്ച നമുക്ക് പിടിക്കാം. ഇനി 2 ക്വസ്റ്റ്യനും കൂടെ ബാലൻസ് ഉണ്ട്. 200 രൂപ കൂടെ കിട്ടാനുള്ള ഒരു വകുപ്പുണ്ട്. സോ എല്ലാരും ആഞ്ഞു പിടിച്ചൊന്ന് ശ്രമിച്ചാൽ പറ്റും. അപ്പൊ നമ്മുടെ നമ്പർ 99 47 89 0378 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് നമുക്ക് മെസ്സേജ് ചെയ്യേണ്ടത്. ഓക്കെ, സബിനേട്ടൻ അപ്പൊ കൂയ് എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും മിണ്ടിയല്ലോ, നല്ല കാര്യം. അപ്പൊ ഈ നമ്പർ എല്ലാരും സേവ് ചെയ്ത് വെച്ചോളൂ. ഇനി അങ്ങോട്ട് ഈ നമ്പറിലേക്കാണ് നമുക്ക് മെസ്സേജ് അയക്കേണ്ടത്. സുരാജ് ഏട്ടൻ പിന്നെയും ഒരു ഹായ് അയച്ചിട്ടുണ്ട്. സുരാജ് ഏട്ട നമസ്കാരം. അല്ലല്ല, സുരേട്ടൻ നേരത്തെ ഹായ് ആണ് ഞാൻ ഇപ്പൊ കണ്ടത്. ഓക്കെ, സബിനേട്ടനെ കഴിഞ്ഞിട്ട് ഞാൻ മിണ്ടിയല്ലോ എന്ന് സബിനേട്ടൻ. ഓക്കെ, നല്ല കാര്യം. എന്തായാലും ഇപ്പോഴെങ്കിലും മിണ്ടിയല്ലോ, അതൊരു സന്തോഷമുണ്ട്. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും മഴയുണ്ടോ, എന്താണ് മഴയുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പറയൂ കേട്ടോ. അപ്പൊ അടുത്ത ലൈവ് തൊട്ട് നമ്മൾ കുറച്ച് വിഷയങ്ങൾ കൂടെ കൊണ്ടുവരും. ആ വിഷയങ്ങളെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലായിരിക്കും നമ്മൾ എന്തായാലും ഇത്തരത്തിൽ ക്വസ്റ്റ്യനുകളൊക്കെ പോരുന്നത്. പിന്നെ ഞാൻ പറ്റുമെങ്കിൽ നമ്മുടെ
പാട്ടുകാരെയോ ആരെങ്കിലും അതിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ അത്തരത്തിൽ കൂടെ ശ്രമിക്കാം. ഓക്കെ. സന്തോഷ് SS വെള്ളല്ലൂർ തംസപ്പ് ഒക്കെ തരുന്നുണ്ട്. മാക്സിമം കമന്റുകളും കൂടെ പോരട്ടെ. കമന്റ് ഇപ്രാവശ്യം വളരെ കുറവാണ്. ആൾക്കാരുണ്ട്, പക്ഷേ കമന്റ് കുറവാണ്. 17 പേര് കാണുന്നുണ്ട്. ഈ 17 പേരുടെ ചൂടോടുകൂടി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എല്ലാരും വെയിറ്റ് ചെയ്തോളൂ. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 99 47 89 03 78 എന്ന നമ്പറിലേക്കാണ് അയക്കേണ്ടത്. ഓക്കെ. എന്തായാലും ഗൂഗിൾ പറയുന്നതൊക്കെ കുറെ പേര് അയച്ചിട്ടുണ്ട്. ഗൂഗിൾ പറയുന്നത് എല്ലാം വിശ്വസിക്കാൻ പറ്റില്ല. ദേവിക റാണി എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഉത്തരം. ഓക്കെ. അപ്പോ രാജീവേട്ടൻ പിന്നെയും കുറച്ചു പേർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഷെയർ ചെയ്തവരടുത്ത് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ പറയൂ. ഓക്കെ. ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്ക് എന്തായാലും ലൈവിൽ അടികൂടേണ്ടി വരും എന്നുള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്തിരുന്നോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ഇതാണ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? ഉത്തരം അയക്കേണ്ടത് 99 47 89 03 78 എന്ന വാട്സാപ്പ് നമ്പറിലേക്കാണ്. എനിക്ക് ആദ്യം ആരാണ് ഉത്തരം അയക്കുന്നത് അവർക്കായിരിക്കും ഈ ഒരു 100 രൂപ ക്യാഷ് പ്രൈസ് ലൈവായിട്ട് കിട്ടാൻ പോകുന്നത്. ഓക്കെ. വേഗം വേഗം പോരട്ടെ. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? ഞാൻ മിണ്ടിയല്ലോ. സന്തോഷ് ചേട്ടനൊക്കെ ലൈവിന് കമന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ലൈവ് ഇറങ്ങി പോകുമ്പോ കമന്റ് ഓടിപ്പോവും. നമസ്കാരം, ഞാനും എത്തി. ഷാഹുലേട്ടനൊക്കെ ഇന്ന് ലേറ്റ് ആയിപ്പോയി. ബാലകൃഷ്ണൻ ചേട്ടൻ പാലക്കാട് മഴ തന്നെ. രാജീവേട്ടൻ മഴയേ ഉള്ളൂ. നമുക്ക് ഈ എന്റെ പൊന്നെ 21 പേര് വന്നായിരുന്നു. ഓക്കെ. വീണ്ടും ഞാൻ ലൈവിന്റെ ടൈം മാറ്റേണ്ടി വരും. 9 മണിക്ക് ശേഷമാണോ നിങ്ങൾ എല്ലാവരും ഫ്രീ ആവുന്നേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെന്ന് പറയണം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ 9 മണിക്ക് ശേഷം ലൈവ് ആക്കാം. അങ്ങനെ വേണോ എന്നുള്ളത് ഒരു കമന്റ് പോരട്ടെ. പാലക്കാട് മഴ തന്നെ. ഓക്കേ. ഇവിടെയും മഴയേ ഉള്ളൂ. പക്ഷെ ഞങ്ങളുടെ കളക്ടർ മാത്രം ഇതൊന്നും കാണുന്നില്ല. ഓക്കെ. എനിക്ക് ഉത്തരം വന്നിട്ടുണ്ട്. ഹരിദാസേട്ടനാണ് ഉത്തരം അയച്ചിരിക്കുന്നത്. നൈലോൺ എന്നാണ് ഉത്തരം. ഉത്തരം ശരിയാണ്. അപ്പോ ഹരിദാസേട്ട വേഗം ഗൂഗിൾ പേ നമ്പർ അയച്ചോളൂ. ഓക്കെ. പിന്നെ അയച്ചവരൊക്കെ ലേറ്റ് ആയി പോയി. എന്ത് പറയാനാ. സുജശേഷൻ നൈലോൺ എന്ന് അയച്ചിട്ടുണ്ടായിരുന്നു. റയോൺ അല്ല ഉത്തരം. അതുപോലെ തുമ്പി നൈലോൺ എന്ന് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ആർക്കും കിട്ടിയില്ല. നൈലോൺ എന്ന് ഉത്തരം അയച്ചിരിക്കുന്നത് ഹരിദാസ് ഏട്ടനാണ്. ഹരിദാസ് ഏട്ട വേഗം ഗൂഗിൾ പേ നമ്പർ അയച്ചോളൂ. ഞാനിപ്പോ ലൈവായിട്ട് തന്നെ ഇതിൽ ക്യാഷ് ഇട്ട് തരുന്നതായിരിക്കും. ക്യാഷ് കിട്ടിയെന്നുള്ളതും പറയുക. ഓക്കെ. ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഞങ്ങളുടെ പേജിൽ പുതിയൊരു ഗെയിം ഷോ. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 8 മണി മുതൽ 9 മണി വരെ. സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നു ഉടൻ പണം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. തില്ല അനീഷ് എന്ന അക്കൗണ്ട് ഫോളോ ചെയ്യുക. ക്യാഷ് പ്രൈസ് കിട്ടണമെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്തിരിക്കുന്ന ഫോളോവർ ആയിരിക്കണം. ഒപ്പം 10 ഫ്രണ്ട്സിനെ കൊണ്ട് അക്കൗണ്ട് ഫോളോ ചെയ്യിക്കുക. ഉത്തരങ്ങൾ ഞങ്ങൾ നൽകുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വേഗത്തിൽ അയക്കുക. ലൈവായി ഗൂഗിൾ പേ വഴി റിയൽ ക്യാഷ് പ്രൈസ് സമ്മാനം. ഉടൻ പണം. ഫേസ്ബുക്ക് ലൈവ് അറ്റ് 8 PM എവറി ഫ്രൈഡേ. പറയാം നേടാം കൈ നിറയെ പണം. നിങ്ങളുടെ അറിവും ആത്മവിശ്വാസവും ഉപയോഗിച്ച് പണം നേടൂ. ഹരിദാസേട്ടനെ കിട്ടുന്നില്ല. ഹരിദാസേട്ടൻ ഉത്തരം ഇട്ടിട്ട് ഓടിക്കളഞ്ഞു. ആദ്യത്തെ ഉത്തരം പറഞ്ഞത് ഹരിദാസേട്ടനാണ്. ചേട്ടാ വാട്സാപ്പ് നമ്പർ ഗൂഗിൾ പേ നമ്പർ ഒന്ന് അയച്ചേക്കാവോ? ഓക്കെ. വേണ്ട, കുഴപ്പമില്ല. ഈ വാട്സാപ്പ് അയച്ചിരിക്കുന്ന നമ്പർ ആണല്ലോ. അതെ. അപ്പോ ലൈവിലാണ് ഞാൻ. ഹായും കൂടെ പറഞ്ഞോളൂ, എല്ലാരും കേൾക്കും. ഓക്കെ. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഉടൻ പണം നല്ല അടിപൊളി പ്രോഗ്രാമായി നടക്കട്ടെ.
താങ്ക് യു. അപ്പൊ ലൈവായിട്ട് ഞാന് ക്യാഷ് ഇടുവാണ്. ഓക്കെ, ഹരിദാസ് ചേട്ടന് ക്യാഷ് ഇട്ട് കൊടുക്കട്ടെ. അപ്പോ ഇതേപോലെ ഞാൻ പറ്റുമെങ്കിൽ എല്ലാരെയും വിളിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഓരോ ആശംസകളൂടെ ഒക്കെ പറയുകയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. ഓക്കെ, ഇപ്പൊ തന്നെ വരും, എടുത്തോട്ടെ. ഓക്കെ, ഹരിദാസ് ചേട്ടന് 100 രൂപ ലൈവായിട്ട് നിങ്ങളുടെ മുന്നിൽ വെച്ച് അയച്ചിട്ടുണ്ട്. അപ്പോ നമ്മുടെ 4ാമത്തെ വിജയിയാണ് ഹരിദാസ് ചേട്ടൻ. സോ ആദ്യത്തെ വിജയി രൂപികയായിരുന്നു, രണ്ടാമത്തേതും 3ാമത്തെയും വിജയി നമ്മുടെ ആരായിരുന്നു, രാജീവ് ഏട്ടനായിരുന്നു. അതുപോലെ 4ാമത്തെ വിജയി എന്തായാലും ഹരിദാസ് ഏട്ടനും ബിനു ചേച്ചി ഒരുമിച്ചിരുന്ന് ഗെയിം കളിച്ചിട്ട് ഇപ്പൊ ഒരാൾക്കെങ്കിലും ഗിഫ്റ്റ് അടിച്ചു. അപ്പൊ അതൊരു വളരെ വലിയ സന്തോഷമാണ്. അപ്പൊ ആരൊക്കെയോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ, ഞാനൊന്ന് നോക്കട്ടെ. നെറ്റ് പ്രശ്നം കാരണമാണ് ലൈവിൽ വരാൻ ലേറ്റ് ആയതില്ല അനീഷ് എന്ന് ബാലകൃഷ്ണൻ ചേട്ടൻ. ഓക്കെ, ഗൂഗിൾ പേ ഇല്ലാത്തത് കൊണ്ട് മത്സരത്തിനില്ലെന്ന് പ്രദീപ് പുരുഷോത്തമൻ. അത് ആരുടെയെങ്കിലും ഗൂഗിൾ പേ നമ്പറെങ്കിലും അയച്ചാൽ മതിയാവും. ഓക്കെ, നമസ്കാരം, ഇവിടെയും ഉണ്ടോ ചങ്ങായി എന്ന് ചോദിക്കുന്നുണ്ട്. 9 മണിക്ക് ശേഷമാണേ നല്ലത് എന്ന് സബിനേട്ടനൊക്കെ പറയുന്നുണ്ട്. നസീർ മടത്തറ റിനിയാണ് വിളിച്ചത്. ഓക്കെ, ബിനു ഹരിദാസ് കിട്ടി 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 എന്ന് കുറെ മെസ്സേജ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ഗെയിം ഷോ എന്ന് പറയുന്നത്. ഞങ്ങൾ ലൈവായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ടാവും. ആ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ലൈവായിട്ട് എത്രയും വേഗം ആദ്യം അയക്കുന്ന ആൾക്ക് ഗൂഗിൾ പേ വഴി 100 രൂപ. അങ്ങനെ ഒരു ദിവസം 500 രൂപയാണ് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് 5 പേർക്കായിട്ട്. ഇപ്പൊ 4 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. 400 രൂപ പലർക്കായി കിട്ടിയിട്ടുണ്ട്. സോ ആർക്കൊക്കെയാ കിട്ടിയത് എല്ലാ കാര്യങ്ങളും ഞാൻ നാളെ പോസ്റ്റ് ആയിട്ട് ഇടാം. ഓക്കെ, അപ്പോ ബിനു ചേട്ടൻ അതെ അതെ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും ഇനി അടുത്ത വിജയ് ആരാണ് എന്നുള്ളത് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് കാണുന്നത്, നോക്കട്ടെ എന്ന് പറയുന്നത്. അയ്യോ, ഇവിടെ കുറെ കമന്റുകൾ വന്നല്ലോ, വായിച്ചു നോക്കട്ടെ. ആദ്യമായിട്ടാണ് കാണുന്നത്, നോക്കട്ടെ. നസീർ മടത്തറ ചങ്ങായി എത്തിയോ, നമസ്കാരം എന്ന് ഷാഹുലേട്ടൻ. നമസ്കാരം, ഇവിടെയും ഉണ്ടോ ചങ്ങായി എന്ന് ചോദിച്ചു. നസീർ മടത്തറ റിനിയാണ് വിളിച്ചതെന്ന് ഷാഹുലേട്ടൻ. എന്നിട്ട് അവൾ എവിടെ എന്ന് ചോദിക്കുന്നു. റിനി ചേച്ചി ഇന്ന് കണ്ടില്ലല്ലോ പറയും പോലെ. ആൻസർ പറയൂ എന്ന് പറഞ്ഞു. നൈലോൺ ആണ് ആൻസർ. ഞാൻ ആൻസർ പറഞ്ഞിരുന്നു അന്നേരം. നൈലോൺ എന്നുള്ളതാണ് ആൻസർ കേട്ടോ. അപ്പോ ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെയാണ് നമുക്ക് ബാക്കിയുള്ളത്. അപ്പൊ എന്തായാലും ഞാൻ വെച്ച് താമസിപ്പിക്കുന്നില്ല, സമയം അതിക്രമിച്ചു. അപ്പോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, 100 രൂപ കിട്ടാനുള്ള ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോ കണ്ണ് നട്ട് കാത് നട്ട് ഓർത്ത് കേട്ട് ഇരുന്നോളൂ. ക്വസ്റ്റ്യൻ വരാൻ പോവാണ്. എളുപ്പമുള്ള ചോദ്യമാണ്. ഓക്കെ, ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരഭാഗത്തിന് പറയുന്ന പേരെന്ത്? ഇത് കുറച്ച് ജനറൽ നോളജസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യനെയർ പ്രോഗ്രാം ആണ് കേട്ടോ. ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരഭാഗത്തിന് പറയുന്ന പേരെന്താണ്? 99 47 89 03 78 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വേഗം ഉത്തരം അയച്ചോളൂ. ആദ്യം ഉത്തരം അയക്കുന്ന ആൾക്കാണ് 100 രൂപ കിട്ടാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും ഞാൻ വാട്സാപ്പ് എടുത്ത് വച്ചിരിക്കാം. ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരഭാഗത്തിന് പറയുന്ന പേരെന്താണ്? ഇതുവരെ ആരും ഉത്തരം അയച്ചിട്ടില്ല. ഭയങ്കര സിമ്പിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അതിന് ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ ക്വസ്റ്റ്യന്റെ ഒന്നും പ്രിപ്പറേഷൻ ടൈമിൽ ചേട്ടായി ചേർത്തിട്ടില്ലായിരുന്നു. പക്ഷെ ചേട്ടായി ഇവിടെ ഉത്തരം പറഞ്ഞു. എന്തായാലും നിങ്ങൾക്കും പെട്ടെന്ന് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോ വേഗം പോരട്ടെ. ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരഭാഗത്തിന് പറയുന്ന പേര്. ഓക്കെ, സോനയാണ് ഫസ്റ്റ് ഉത്തരം അയച്ചിരിക്കുന്നത്. ദ്വീപ്, ഐലൻഡ് അഥവാ ദ്വീപ് എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര സന്തോഷം, വളരെ സന്തോഷം. നല്ല, എന്തായാലും പുതിയൊരാളാണ് നമ്മുടെ ലൈവിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ ഈ കുട്ടി എനിക്കറിയാം, എനിക്കൊന്ന് ബാലചേട്ടന്റെ മോളാണോ തോന്നുന്നു. എനിക്ക് ഡി പി കണ്ടിട്ട്, ഡി പി കുറച്ച് ബ്ലർ ആയിട്ടിരിക്കുന്നത്. എന്തായാലും GPay നമ്പറും കൂടെ അയച്ചോളൂ. നമ്മുടെ അവസാനത്തെ വിന്നറാണ്. അപ്പൊ മോള് ചെയ്യേണ്ട ഒരു കാര്യം, എന്തായാലും നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടുക. അതിനോടൊപ്പം കുറച്ച് പേർക്ക് ഇത് ഷെയർ ചെയ്തതിന്റെ ഒരു പ്രൂഫും കൂടെ ഇട്ട് തരണം. ഓക്കെ,
ഓക്കെ, അപ്പൊ സോനക്കുട്ടിക്ക് എന്തായാലും ഞാൻ ദേ ഗൂഗിൾ പേ ചെയ്യാൻ പോവാണ്. ദേ സോനക്കുട്ടിക്കുള്ള ഗിഫ്റ്റ് 100 രൂപ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ലൈവില് കുറച്ച് കമന്റുകളും കൂടെ വന്നു. കുറെ പേര് ദ്വീപെന്ന് അയച്ചായിരുന്നു. ഞാൻ ആദ്യമേ പറയാം, എനിക്ക് ആദ്യം വരുന്നത് ആരുടെ മെസ്സേജ് ആണോ ശരിയായ ഉത്തരം ആ ആളെ ആയിരിക്കും ഞാൻ പരിഗണിക്കുക എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ആദ്യം എനിക്ക് ഉത്തരം വന്നത് എന്തായാലും ദ്വീപ് എന്നുള്ളതായിരുന്നു. അത് അയച്ചത് ഈ പറയും പോലെ സോനക്കുട്ടിയായിരുന്നു. ഓക്കെ, എന്തായാലും കൺഗ്രാചുലേഷൻസ്. അപ്പോ ഞാൻ ലൈവിൽ ആ കമന്റിലൊന്ന് വായിച്ചോട്ടെ. ഈ ക്യാഷ് കിട്ടിയവര് കിട്ടി എന്നതൊന്ന് പറയുക. അതിനോടൊപ്പം മാക്സിമം ഒന്ന് ലൈവ് ഷെയർ ചെയ്തിട്ട് ഈ ഗിഫ്റ്റ് കിട്ടിയവര് ഷെയർ ചെയ്തതിന്റെ ഒരു സ്ക്രീൻഷോട്ടും കൂടെ ഒന്ന് അയച്ചേക്കുക കേട്ടോ. ദ്വീപ് എന്ന് എല്ലാരും അയച്ചു. വാട്സാപ്പിലാണല്ലേ അയക്കേണ്ടതെന്ന് നസീറേട്ടൻ. അതെ, വാട്സാപ്പിലാണ് അയക്കേണ്ടത്. അതേ മോളെ എന്റെ മോളാണെന്ന് ബാലചേട്ടൻ. എന്തായാലും സന്തോഷം ചേട്ടാ, ലൈവ് കാണാൻ വന്ന ദിവസം തന്നെ ഗിഫ്റ്റ് അടിച്ചോണ്ട് പോയി. ഞങ്ങളുടെ ഫസ്റ്റ് ലൈവ് ആയിരുന്നു ക്യാഷ് പ്രൈസ് കൊടുക്കുന്നേ. നസീർ മടത്തര മുങ്ങിയെന്നാണ് തോന്നുന്നതെന്ന് ഷാഹുലേട്ടൻ പറയുന്നു. ഇല്ല, നസീറേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു ചേട്ടാ. ചേട്ടന് പക്ഷേ വാട്സാപ്പിലാണ് അയക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക, നമ്മുടെ ലൈവ് ഇപ്പൊ എല്ലാരും പറഞ്ഞിരിക്കുന്നത് 9 മണി തൊട്ട് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിൽ ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിൽ ഞാൻ ചേട്ടായിട്ടൊന്ന് ആലോചിച്ചിട്ട് ചേഞ്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ആ ടൈം നിങ്ങളെ അറിയിക്കാം. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നോർമലി നടന്നുകൊണ്ടിരിക്കുന്ന 8 മണി തൊട്ട് 9 മണി വരെയാണ്. അപ്പൊ നിങ്ങൾ എല്ലാരും ജോയിൻ ചെയ്യുന്നത് 9 മണിക്കാണെങ്കിൽ 8:30 മണി മുതൽ 9:30 മണി വരെ നമുക്ക് ലൈവ് ആക്കാം എന്നുള്ളതാണ് ചേട്ടായിയുടെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയുക. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഒരാഴ്ചയിൽ 5 ചോദ്യം ഉണ്ടാവും. 4 ലൈവുകള് ഒരു മാസത്തില്. അതിൽ ഓരോ ആഴ്ചയിലും 5 ചോദ്യങ്ങൾ, 100 രൂപ വീതം 5 വിന്നേഴ്സിന്, ടോട്ടൽ 500 രൂപയുടെ ക്യാഷ് പ്രൈസ്. അത് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ തന്നെ വാട്സാപ്പില് ആദ്യം ഉത്തരം അയക്കുന്ന ആൾ ആരാണോ ആ ആൾക്ക് ലൈവ് ആയിട്ട് അപ്പോൾ തന്നെ ഗൂഗിൾ പേ വഴി ക്യാഷ് അയക്കുന്നു, ഇന്ന് ചെയ്തതുപോലെ. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഗെയിം ഷോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്താണ് ഗെയിം ഷോയുടെ അഭിപ്രായം എന്നൊക്കെയുള്ളത് വേഗത്തിൽ കമന്റ് ആയിട്ട് പോരട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത 5 ചോദ്യവുമായിട്ട് അടുത്ത ഫ്രൈഡേ നമുക്ക് കാണാം. അതുപോലെ ഈ സൺഡേ നമുക്ക് 2 കൂട്ടുകാര് പാട്ട് പാടാനായിട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ വരുന്നുണ്ട്. അപ്പൊ ആ ലൈവും മിസ് ചെയ്യാണ്ട് നാട്ടിലെ താരം എന്നുള്ള ലൈവ് കാണണം. ഓക്കെ, അപ്പൊ കമന്റിൽ പോരട്ടെ 8:30 9:30 ടൈം ഓക്കെ ആണോ? അതിനോടൊപ്പം നമ്മുടെ ലൈവ് ഈ ഒരു ഗെയിം ഷോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്താണ് അഭിപ്രായം? ഇതും കൂടെ വേഗം പോരട്ടെ. അത് കേൾക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. കാരണം ഇത്രയും ഒക്കെ നമ്മള് കണ്ടുപിടിച്ച് എന്താണ് നിങ്ങൾക്ക് വേണ്ടി സ്പോൺസേഴ്സിനെയൊക്കെ റെഡിയാക്കി ഞങ്ങൾ കൊണ്ടുവന്നതാണ്. അപ്പൊ ലൈവ് മാക്സിമം ഷെയർ ചെയ്യുക, അക്കൗണ്ട് എല്ലാരെയും കൊണ്ട് ഫോളോ ചെയ്യിപ്പിക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്നൊരു 50 ഫോളോവേഴ്സ് എങ്കിലും വരണം കിട്ടിയവരെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ. നമ്പർ ഒന്നുകൂടി പറയൂ, പണക്കാരനാകാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് നസീറേട്ടൻ പറയുന്നു. ചേട്ടാ 99 47 89 0378. ഞാനത് കമന്റ് ആയിട്ട് ഇടാം. അനീഷ് വിജയ സൗണ്ട്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിനായിരിക്കും ആ കമന്റ് വരുന്നേ, നോക്കിക്കോളൂ. അയച്ചിട്ടുണ്ട്. നമ്പർ സേവ് ചെയ്തിട്ടുള്ളൂ. തില്ല അനീഷ് എന്ന് സേവ് ചെയ്താൽ മതിയാവും കേട്ടോ. രാജീവേട്ടൻ ഓക്കെ ആണ് എന്ന് പറയുന്നുണ്ട്. ശിവചേട്ടൻ പറയുന്നു കൊള്ളാം, നന്നായിരുന്നു, അടിപൊളി എന്ന് പറഞ്ഞു. ശിവചേട്ട അടുത്ത ക്വസ്റ്റ്യനുകൾക്കൊക്കെ ആൻസർ അയക്കണം. ഇനി വരുന്ന ലൈവില് സമ്മാനങ്ങൾ അടിച്ചു മാറ്റണം. ഓക്കെ, ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വൈകുന്നതാണ് പ്രവാസികൾക്ക് സൗകര്യമെന്ന് നസീറേട്ടൻ പറയുന്നു. ഓക്കെ, കുറച്ചുകൂടെ വൈകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 9 മണി മുതൽ 10 മണി വരെ ആക്കാം. ഓക്കെ, ഞങ്ങൾക്ക് ഓക്കെയാണ്. കാരണം ഞങ്ങളുടെ സ്റ്റുഡിയോ വീട്ടിന് തൊട്ട് മുകളിൽ തന്നെയാണ്. കുഞ്ഞിന്റെ കാര്യം മാത്രമുള്ളത്, അമ്മയുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോ നമുക്ക് എന്തായാലും 9 മണി മുതൽ 10 മണി വരെ ലൈവ് കൊണ്ടുപോവാം. ഇതിനിടയിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. എനിക്ക് മേ ബി പ്രോഗ്രാംസോ എന്തെങ്കിലും വരിക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാനൊരു സിംഗറും കൂടെയാണ്. അപ്പോ പ്രോഗ്രാംസോ എന്തെങ്കിലും വരികയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഡേറ്റ് മാറ്റി കൊടുക്കും. അപ്പോ അത് നിങ്ങൾ പോസ്റ്റുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇടുന്ന ഈ ലൈവ് അല്ലാണ്ട് ഇടുന്ന പോസ്റ്റുകളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ദിവസം എങ്ങാനും ആഴ്ചയിൽ ഒരു ദിവസം മാറുകയാണെങ്കിൽ അത് നമുക്ക് നോക്കാം. ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു എന്ന് ഷംനാദ് കെ ഖാൻ. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ലൈവ് തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. 5 ചോദ്യം ജയിച്ചാൽ ട്രോഫി കിട്ടുമോ എന്ന് ബാലച്ചേട്ടൻ. ട്രോഫി കിട്ടൂല, 500 രൂപ കിട്ടും. 5 ചോദ്യത്തിന് ആദ്യം ഉത്തരം അയക്കുകയാണെങ്കിൽ 500 രൂപ കിട്ടും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ നല്ല രീതിക്ക് എൻഗേജ്ഡ് ആവുന്ന ഒരു ഫോളോവറിനെ നമ്മളൊരു ഗിഫ്റ്റ് ഓണത്തിനൊക്കെ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് സ്പോൺസേഴ്സിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, എന്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഉണ്ടാവും. ഓക്കെ,
അപ്പോ സ്പോൺസേഴ്സിനെ മറന്നു പോകണ്ട. ഞങ്ങളുടെ പ്രോഗ്രാം പറയാം നേടാം കൈ നിറയെ പണം എന്നുള്ളതാണ്. സ്പോൺസേർഡ് ബൈ സ്റ്റാർ വിന്നർ ഓർക്കസ്ട്ര ഗാനമേള. അതിനോടൊപ്പം തന്നെ സാന്ത്വനം നഴ്സിംഗ് ഹോം കെയർ, അതിനോടൊപ്പം തന്നെ ലീബൻ ബ്യൂട്ടി പാർലർ. അപ്പോ ഈ 3 പേരാണ് നമ്മുടെ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത്. ഹരിദാസേട്ടൻ അടിപൊളി അവതരണം, അടിപൊളി പ്രോഗ്രാം, ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന്, ഉയരങ്ങളിൽ എത്തിയിട്ട് സർവേശ്വരന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ഹരിദാസേട്ട, ഒരുപാട് സന്തോഷം, ഒത്തിരി 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 സന്തോഷം. സൂപ്പർ ലൈവ് തില്ല അനീഷ് എന്ന ബാലകൃഷ്ണൻ ചേട്ടൻ, ഒരുപാട് സന്തോഷം. അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പറയണം. ആരും ലൈവിൽ നിന്ന് പോകരുത്. നമ്മുടെ സ്പോൺസേഴ്സിനെ കൂടി ഒന്ന് പരിചയപ്പെട്ടോളൂ, കാര്യം ഉപയോഗം വരും. അവരാണ് നമുക്ക് ഈ ഒരു ക്യാഷ് പ്രൈസസ് എല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. സോ കേട്ടിട്ട് തിരികെ വരാം, ഇനിയുമുണ്ട് സർപ്രൈസുകൾ. Introducing the live game show Parayam Nedam Kai Niraye Panam, sponsored by Star Winner Orchestra Ganamela, Sandwanam Nursing and Servicing near Sub-Registrar Office Kottayam, and Lieben Family Saloon opposite Private Bus Stand Kilimanur. ആസ്വാദക മനസ്സിൽ സംഗീതത്തിന്റെ പെരുമഴയുമായി സ്റ്റാർ വിന്നർ പ്രസൻസ് സ്റ്റാർ വിന്നർ ഓർക്കസ്ട്ര ഗാനമേള. നിങ്ങളുടെ ആവശ്യപ്രകാരം പിന്നണി ഗായകരെയും ചാനൽ ആർട്ടിസ്റ്റുകളെയും ഉൾപ്പെടുത്തി ലൈറ്റ് ആൻഡ് സൗണ്ട് മെഗാ ഷോ അവതരിപ്പിക്കുന്നു. സ്റ്റാർ വിന്നർ ഓർക്കസ്ട്ര ഗാനമേള, 40,000 watts sound system and 20,000 watts light show. Star Winner Orchestra Ganamela. For booking, Secretary Star Winner Puduval Kizhakeppuram PO Airur Varkala. Phone 8281767435. മറ്റൊരു നമ്പർ 8086142615. നിങ്ങളുടെ ആഘോഷങ്ങൾ ഏതുമാകട്ടെ, സംഗീതത്തിന്റെ പെരുമഴ തീർക്കാൻ ഞങ്ങൾ എത്തുന്നു. സ്റ്റാർ വിന്നർ ഓർക്കസ്ട്ര ഗാനമേള. ഉത്സവാഘോഷങ്ങൾ, ബർത്ത്ഡേ ഫംഗ്ഷനുകൾ, കല്യാണ ഫംഗ്ഷനുകൾ തുടങ്ങി നിങ്ങളുടെ ആഘോഷവേളകൾ ഏതുമാകട്ടെ, നിങ്ങളോടൊപ്പം ഞങ്ങളും. സ്റ്റാർ ഓർക്കസ്ട്ര ഗാനമേള. നിങ്ങളുടെ ആവശ്യപ്രകാരം ട്രാക്ക് ഗാനമേള സംവിധാനവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ബന്ധപ്പെടൂ സ്റ്റാർ വിന്നർ ഓർക്കസ്ട്ര ഗാനമേള. അതിനോടൊപ്പം നമ്മുടെ രതീഷ് ഏട്ടൻ പറഞ്ഞു ഇന്നത്തെ ലൈവ് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം കേട്ടോ, ഒരുപാട് സന്തോഷം. ആഹാ, അയൽക്കാരാണല്ലോ എന്ന് നസീർ ഏട്ടൻ പറയുന്നു. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിട്ടുള്ളവർക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ എന്ന് ഹരിദാസ് ഏട്ടൻ. രാകേഷ് വിശാഖം, ഹായ് രാകേഷ് ഏട്ടാ, നമസ്കാരം. ലൈവിൽ എത്താൻ ലേറ്റ് ആയി പോയി എന്ന് മനസ്സിലായി. ദിനുചേട്ടനും ലേറ്റ് ആയിട്ടാണ് എത്തിയത്, ഹായ്. ഞാൻ എല്ലാ പോസ്റ്റിനും കമന്റ് ഇടും രാജീവ് ചന്ദ്രൻ പറയുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോ എന്തായാലും ചേട്ടൻ നോക്കും. ഇന്ന് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് അടിച്ചിട്ട് പോയത് ചേട്ടനാണ്. അപ്പോ ഞങ്ങളുടെ ബാക്കി സ്പോൺസേഴ്സിനെ കൂടെ ഒന്ന് കേട്ടിട്ട് വായോ, അപ്പോഴത്തേക്കും ബാക്കി കാര്യങ്ങൾ പറയാം. സാന്ത്വനം ഹോം നഴ്സിംഗ് ആൻഡ് സർവീസിംഗ്, ചാത്തന്നൂർ, പരവൂർ, മീനാട്. ഫോൺ 799091000816. മറ്റൊരു നമ്പർ 9947195225. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ 9526622628. മറ്റൊരു നമ്പർ 9567727802. ഞങ്ങളുടെ സേവനങ്ങൾ: ഹോം നഴ്സ്, ഹൗസ് മെയ്ഡ്, ഡെലിവറി അറ്റൻഡർ, ഓഫീസ് സ്റ്റാഫ്, ആശുപത്രി കൂട്ടിരിപ്പ്. വിശ്വസ്തരും സത്യസന്ധരുമായ ജോലിക്കാരാണ് വേണ്ടതെങ്കിൽ ഞങ്ങളെ സമീപിക്കൂ. സാന്ത്വനം ഹോം നഴ്സിംഗ് ആൻഡ് സർവീസിംഗ്, ചാത്തന്നൂർ, പരവൂർ, മീനാട്. രാകേഷ് ഏട്ടൻ തില്ലൂസെ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു സ്പോൺസർ കൂടി നമുക്കുണ്ട്, ലീബൻ ബ്യൂട്ടി പാർലർ. സോ അവരുടെയും കൂടെ പരസ്യം കേൾക്കാം. ഈ സ്ഥാപനങ്ങളെയൊക്കെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോ സ്റ്റാർ വിന്നർ ഗാനമേളയും അതുപോലെ തന്നെ സാന്ത്വനം ഹോം നഴ്സിംഗ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആവശ്യമുള്ളത് ഈ ഹോം നഴ്സിംഗ് ഒക്കെയാണ്. വൃദ്ധരായിട്ടുള്ള ആൾക്കാരുള്ളപ്പോ കൂട്ടിരിപ്പിന് ആള് വേണം. അതുപോലെ തന്നെ പ്രസവരക്ഷയ്ക്ക് ആൾക്കാരെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഓഫീസ് സ്റ്റാഫുകളേക്ക് ആവശ്യമുണ്ട്. അത്തരത്തിൽ ഒരുപാട് സർവീസുകൾ ചെയ്യുന്ന ഒരു സെന്റർ ആണ് സാന്ത്വനം നഴ്സിംഗ് സെന്റർ എന്ന് പറയുന്നത്. സോ അവരുടെ കോൺടാക്ട് നമ്പർ എല്ലാം തന്നെ ഞാൻ ഈ ഒരു ആഡിൽ കൊടുത്തിട്ടുണ്ട്. സോ അവരുടെ പോസ്റ്റർ ഞാൻ നാളെ മുതൽ നമ്മുടെ പേജിൽ റിവീൽ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. വിശ്വസ്തരായിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് വിട്ടുതരുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഗേൾസിനെയും ബോയ്സിനെയും ഒക്കെ സംബന്ധിച്ചിട്ട് നമുക്ക് സൗന്ദര്യം എന്ന് പറയുന്നത് ഇപ്പോഴൊരു ഭയങ്കര ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് അല്ലെ. അപ്പൊ നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് കുറച്ചുകൂടിയൊക്കെ മാറ്റുകൂട്ടുവാൻ വേണ്ടിയിട്ട് അത്യാധുനികമായിട്ടുള്ള കുറെ സംവിധാനങ്ങളും ഒക്കെ ആയിട്ട്
അതിനോടൊപ്പം തന്നെ വളരെ വലിയ മികച്ച രീതിയിലുള്ള ഓഫറുകളും ഒക്കെ ആയിട്ട് ഇനി ഓണമൊക്കെ ആവുമ്പോൾ ഒത്തിരി ഓഫറുകൾ വെയിറ്റിംഗ് ആണ്. അതൊക്കെ ആയിട്ട് ലീബൻ ഫാമിലി സലൂൺ വെയിറ്റിംഗ് ആണ്. അത് ഫാമിലി സലൂൺ ആണ്, നോട്ട് ചെയ്യുക. സോ കുട്ടികളായിട്ടും അതുപോലെ തന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും എല്ലാവർക്കും പോകാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇന്ന് പ്രായഭേദമന്യാണ് എല്ലാവരും സലൂൺസ് യൂസ് ചെയ്യുന്നത്. സോ ലീബൻ ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ ലീബൻ ഫാമിലി സലൂൺ എന്നുള്ള പേര് നിങ്ങൾ ആരും മറന്നു പോകരുത്. ഓക്കെ, അപ്പോ തീർച്ചയായിട്ടും സോറിഡ ലേറ്റ് ആയി പോയി എന്ന് പറയുന്നു സുരാജ് ഏട്ടൻ. അടിപൊളി, താങ്ക് യു സോ മച്ച്. ഓക്കെ, പോകുന്നു. വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ശുഭരാത്രി, ശുഭനിദ്ര. എന്റെ വാക്കുകളൊക്കെ കടം എടുത്തിട്ടാണ് ഹരിദാസ് ഏട്ടൻ പോകുന്നത്. അപ്പൊ അടുത്ത ആഴ്ച കാണാം എന്നുള്ള ശുഭവിശ്വാസത്തോടു കൂടി ഞാനും ഇന്നത്തെ ഈ ഒരു ലൈവ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോ വീണ്ടും നിങ്ങൾക്ക് ക്യാഷ് പ്രൈസുകളൊക്കെ കിട്ടട്ടെ. അതിനുവേണ്ടി അടുത്ത ആഴ്ചത്തെ ലൈവ് കാണുക. ഇനി ഞായറാഴ്ച നമുക്ക് അടുത്ത ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. സോ മറക്കാതെ ലൈവ് കാണുക. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെ ഒപ്പം എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, എന്റെ ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്ത് കൂടെ കൂടുക. ഫോളോവേഴ്സിന് മാത്രമായിരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക. ഓക്കെ, സോ അത് ഞാൻ റീച്ച് ഒക്കെ ചെയ്യുന്നതായിരിക്കും. സോ തീർച്ചയായിട്ടും ഇപ്പോ ക്യാഷ് കിട്ടിയവര് നമ്മുടെ അക്കൗണ്ട് മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത പ്രാവശ്യം അടുത്ത വെള്ളിയാഴ്ച ആ ഷെയർ ചെയ്യുന്ന ആൾക്കാർക്കും ചിലപ്പോൾ ക്യാഷ് പ്രൈസ് കിട്ടാം. സോ നിങ്ങൾക്ക് തന്നെയും ക്യാഷ് പ്രൈസ് കിട്ടാം. മാക്സിമം ആൾക്കാരിലേക്ക് നമ്മുടെ ലൈവ് എത്തിക്കുക, നമ്മുടെ പേജ് എത്തിക്കുക, മാക്സിമം ആൾക്കാരെ കൊണ്ട് ഫോളോ ചെയ്യിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ വീണ്ടും കാണാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. ഇറ്റ്സ് മീ തില്ല.